നമ്മൾ സാധാരണ ഖുർആനും ശാസ്ത്രവും ചർച്ച ചെയ്യുമ്പോൾ സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള ഒരു പ്രശ്നം, ഖുർആൻ ഒരു നിത്യസത്യ ഗ്രന്ഥമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല. അത് പറഞ്ഞത് എന്നും സത്യമാണ്. അത് അവസാന വാക്കാണ്. ശാസ്ത്രം അങ്ങനെയല്ല. ഖുർആനിന് അപ്രമാദിത്വമുണ്ട്, ശാസ്ത്രത്തിന് അതില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള താരതമ്യ പഠനം തന്നെ അപ്രസക്തമാണ്. അതുകൊണ്ട് അത്തരം പഠനങ്ങൾക്ക് പ്രസക്തിയില്ല എന്നൊരു വാദം സാധാരണഗതിയിൽ ഉയർന്നു വരാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു വാദത്തെ അല്ലെങ്കിൽ ആശയത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ വാദത്തിൽ കഴമ്പുണ്ടോ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഖുർആനും ശാസ്ത്രവും എന്ത്, ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ആ ചോദ്യത്തിൽ ഏകപക്ഷീയമായ ഒരു വിധി പ്രഖ്യാപനം വന്നു പോയിട്ടുണ്ട്. ഏതാണത്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ? അതൊരു ഏകപക്ഷീയമായ വിധി പ്രഖ്യാപനം അല്ല. ശാസ്ത്രമെന്ന് പറയുന്നത് കുറേ ഭാഗം മാറും, കുറേ ഭാഗം മാറുന്നതല്ല. മാറാത്ത ശാസ്ത്രമുണ്ട്, മാറുന്ന ശാസ്ത്രവുമുണ്ട്. ഇപ്പോൾ കരണ്ടിൽ പിടിച്ചാൽ ആള് മരിച്ചു പോകും. അതൊരു ശാസ്ത്രീയ വിഷയമാണ്. ഇപ്പോൾ എങ്ങനെ തൊട്ടാലാണോ കരണ്ടിൽ പിടിച്ചാൽ മരിക്കുക, അതേ അവസ്ഥയിൽ എന്ന് തൊട്ടാലും മരിക്കും. അപ്പോൾ ആ കണ്ടുപിടിച്ചത് തിരുത്താൻ കഴിയില്ല. ഒരു പച്ച ഉണങ്ങാത്ത മരക്കമ്പ്, ഒരു വൃക്ഷം, അതിനുള്ളിൽ അഗ്നിയുണ്ട്, അതിനുള്ളിൽ വെള്ളമുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അവൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു ശാസ്ത്രീയ സത്യമാണ്. ഇനി അത് മാറാൻ പോകുന്നില്ല. മരത്തിൽ വിറക് മാത്രമല്ല ഉള്ളത്, ഉണങ്ങാത്ത മരത്തിൽ
വെള്ളമുണ്ട്, അതിൻ്റെ വിരുദ്ധനായ അഗ്നിയുമുണ്ട്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ ഒരു വിഷയം കണ്ടുപിടിച്ചു, അതൊരു സത്യമാണ്, ശാസ്ത്രീയ സത്യമാണ്. അപ്പോൾ എല്ലാ ശാസ്ത്രവും മാറുകയില്ല. രണ്ടും രണ്ടും നാലാണ് എന്നുള്ളത് അത് കണക്ക് ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിന് മാറ്റമുണ്ടായി. അപ്പോൾ ഖുർആൻ പരമമായ സത്യമാണ്, അതിൽ മാറ്റങ്ങളുണ്ടാകില്ല. ശാസ്ത്രത്തിൽ ചിലത് മാറിപ്പറയും, ചിലത് മാറിപ്പറയില്ല. അങ്ങനെ മാറിപ്പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ അത് പരമമായ സത്യമായ വിശുദ്ധ ഖുർആനിനെ അങ്ങോട്ട് തഈദ് ചെയ്യാൻ വന്നാൽ, ഖുർആൻ എന്ന് പറയുന്നതിനെ ഉറപ്പിക്കാനല്ല, ഖുർആൻ ആധികാരികമാണ്, അത് ഉറച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു പിന്നണി ഗായകനായിട്ട് ഈ തെറ്റാത്ത രൂപത്തിലുള്ള ശാസ്ത്രം പിന്നണി ഗായകനായാൽ നീ പിന്നണി ഗായകനാവണ്ട എന്ന് പറയില്ല എന്ന് മാത്രമേ. അതാണ് ഖുർആനും ശാസ്ത്രവും നാം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് വെക്കുന്നതിലെ കാരണം. അല്ലദീ ജഅല ലക്കും മിന ശജരിൽ അഖ്ളരി നാറാ, അത് എന്നുള്ളതാണ്, അത് കലാം അസലിയാണ്. അള്ളാഹുവിൻ്റെ ദാത്തിൽ ഖായിമായതാണല്ലോ ഖുർആൻ. മനുഷ്യൻ ഇത് കണ്ടുപിടിക്കുന്നത് ആദം നബി അലൈഹി സ്വലാം വന്നതിന് ശേഷം. മനുഷ്യൻ രണ്ട് മരക്കമ്പുകൾ പരസ്പരം ഉരസി നോക്കിയപ്പോൾ അവിടെ തീ വരുന്ന കാഴ്ച കണ്ടു. രണ്ട് മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ കാട്ടുതീ ഉണ്ടാകുന്നത് കണ്ടു. അത് ആദം നബി അലൈഹി സ്വലാം വന്നതിന് ശേഷമാണ്. പക്ഷേ അല്ലദീ ജഅല ലക്കും മിന ശജരിൽ അഖ്ളരി നാറാ എന്ന് പറയുന്ന അസലിയായ കലാമുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ആ കലാം, അതിൻ്റെ പിന്നണി ഗായകനായിട്ടാണ് കലാശിച്ചത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളുടെ ചെക്കപ്പ്. അപ്പം ആ ചെക്കപ്പ് അത് കണ്ടുപിടിച്ചത് മുതൽക്ക് ഇന്നോളം ഇനി തിരുത്തിയിട്ടില്ല, ഇനി അങ്ങോട്ട് തിരുത്താൻ പോകുന്നു. അതാണ് ശാസ്ത്രവും ഖുർആനും തമ്മിൽ അടുപ്പിച്ചു വെക്കുന്നത്. എന്നല്ലാതെ എല്ലാ ശാസ്ത്രവും, അതായത് മാറിപ്പറയുന്ന ശാസ്ത്രം, ആ മാറിപ്പറയുന്ന ശാസ്ത്രവും ഖുർആനുമായിട്ട് അടുപ്പിച്ചു വെക്കുന്ന ഒരു പരിപാടിയും. ഇതാണ് ഈ ചോദ്യത്തിന് മറുപടി. അപ്പോൾ ഇപ്പോൾ ഖുർആന് എൻ്റെ ആധികാരികത തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് സമർത്ഥിക്കുന്നതിൻ്റെ, ഖുർആൻ്റെ ദൈവികതയുടെ ഭാഗമായി അതിൻ്റെ ഇജാസ് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പല തെളിവുകളും പറയുന്ന കൂട്ടത്തിൽ പറയുന്ന തെളിവുകളാണ് ശാസ്ത്രീയ തെളിവുകൾ. അപ്പോൾ ശാസ്ത്രം ഇങ്ങനെ പറയുന്നുണ്ട്, അതേ കാര്യം തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രത്തിനോട് യോജിച്ചു എന്ന കാരണത്താൽ ഖുർആന് ഒരു പ്ലസ് മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിന് മാനദണ്ഡമായി ശാസ്ത്രം വരുമ്പോൾ ശാസ്ത്രമാണ് ഖുർആനേക്കാൾ വലുത്. കാരണം ശാസ്ത്രത്തിനോട് യോജിച്ചപ്പോൾ അത് ശരിയായി. ഇനി ശാസ്ത്രത്തിനോട് അഥവാ യോജിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിന് മെയ്യാറായി, ഖുർആനിൻ്റെ മെയ്യാറായി ശാസ്ത്രം വരുമ്പോൾ ഖുർആനേക്കാൾ ഒരുപടി മുന്നിലാണ് ശാസ്ത്രം എന്ന് വരികയില്ലേ എന്നാണ്. ഇതും ഇതുപോലെ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം നമ്മുടെ ആദ്യം പറഞ്ഞ ആ മറുപടിയുടെ തന്നെ ഒരു ആവർത്തനമോ പൂരണമോ ആണ്
ഈ പറഞ്ഞ തൊട്ടടുത്ത ചോദ്യത്തിനുമുള്ള മറുപടി എന്ന്. ശാസ്ത്രത്തെ കുഴലൂത്ത് എന്ന രൂപത്തിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികത തെളിയിക്കാനുള്ള ഒരു മുസ്തനദ് എന്ന നിലയ്ക്ക് ഒരിക്കലും ശാസ്ത്രത്തെ മുന്നോട്ട് വെക്കില്ല. പിന്നെ എന്താ, ഖുർആൻ ഇതാ ഇങ്ങനെ ഒരു വസ്തുത പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞിട്ടുള്ള വസ്തുത ഈ അടുത്ത കാലത്ത് അതിന് ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴലൂത്ത് വന്നിട്ടുണ്ട്. പിന്നണി ഗായകൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അതിനെ ഒരു കുഴലൂത്ത് എന്ന രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഖുർആൻ ഉറപ്പിക്കാൻ ശാസ്ത്രത്തെ അത്താണിയാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാരായ വേരാക്കുന്നില്ല. അത്രമാത്രമേ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അന്ന് മുതൽക്ക് മുസ്ലിങ്ങളായ ആളുകൾ ഖുർആൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു കാര്യം അവർ വിശ്വസിച്ചു വരുന്നു, അവർ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറേ കൊല്ലങ്ങളായിട്ട്. എന്താണത്? അത് റത്ഖ്, ത്വയ്യ്, ഫത്ഖ്, ഈ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിച്ച് കേട്ടത് മുതൽക്ക് മനുഷ്യന്മാർ, മുസ്ലിങ്ങൾ അത് വിശ്വസിച്ച് വരികയാണ്. റത്ഖ് എന്ന് പറഞ്ഞാൽ, ത്വയ്യ് എന്ന് പറഞ്ഞാൽ അത് അണുക്കൾ മാക്സിമം തിങ്ങിക്കൂടി നിൽക്കുക എന്നതാണ്. എന്നാൽ അതിൻ്റെ ശേഷം ഒരു ഫത്ഖ്, അതായത് സ്ഫോടനം. ഈ സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം ഒരു വികാസം നാം വിശ്വസിച്ച് വരികയാണ് ഖുർആൻ ഇറങ്ങിയത് മുതൽക്ക്. ആദ്യം തിങ്ങിക്കൂടി നിൽക്കൽ, പിന്നെ ഒരു സ്ഫോടനം, പിന്നെ ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുള്ള വികാസം. ആ സ്ഫോടനത്തിൻ്റെ മർദ്ദം തീരുമ്പോൾ പഴയപടി അണുക്കളെല്ലാം തന്നെ കേന്ദ്രീകരണം. ഇത് ഖുർആനിൽ ഇറങ്ങിയത് മുതൽക്ക് മുസ്ലിങ്ങൾ വിശ്വസിച്ച് വരികയാണ്. ഒന്ന് റത്ഖ്, രണ്ട് ഫത്ഖ്, മൂന്ന് സഅത്ത് വികാസം, നാല് പഴയപടി തന്നെയുള്ള റത്ഖ് അഥവാ ത്വയ്യ്. അത് ഇനി മാറ്റാൻ പോകുന്നില്ല. ഒരാത്യന്തിക സത്യമായി ഖുർആൻ ഓതുന്ന കാലത്ത് നമ്മൾ അത് ചെവി കൊടുത്തു വരികയാണ്. അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ. ഇത് ആയിഷ ബീവി ഓതിയതല്ലേ? എത്ര കൊല്ലമായി? ഖദീജ ബീവി ഓതിയതല്ലേ? എത്ര കൊല്ലമായി? ഫാത്തിമ ബീവി ഓതിയതല്ലേ? എത്ര കൊല്ലമായി? റത്ഖൻ എന്നതിന് ശേഷം ഫതഖനാഹുമാ, ഫത്ഖ് സ്ഫോടനം, പൊട്ടിത്തെറി, വേറിട്ട് പോവുക. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നു വൈന്നാല മൂസിഊൻ, സഅത്ത്, എൻ്റെ ഭാഗത്ത് നിന്ന് സഅത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കത്വയ്യി സിജില്ലി യൗമ നത്വി സ്സമാഅ കത്വയ്യി സിജിൽ, ഇത് ആയിഷ ബീവി ഓതിയതാണ്. അപ്പോൾ അങ്ങനെ ഖുർആൻ പറഞ്ഞത് ഇനി ഒരു കുട്ടിയും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും അത് മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമാണ്, ഒരു സത്യമാണ്, ഒരു വിശ്വാസമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ അള്ളാഹ് പറഞ്ഞതിലും അങ്ങ് വിശ്വസിക്കും. ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടേ പോരുന്ന അവസരത്തിൽ ഇടയ്ക്ക് കയറി ഒരു ശാസ്ത്രം ബാക്കിൽ നിന്ന് ഒരു കുഴലൂത്ത് നടത്തിയെന്ന് വെക്കുക. ഈ പറയുന്നതിനൊരു കുഴലൂത്ത് നടത്തി ഒരു പിന്നണി ഗായകനായി വന്നു. എന്ത്? ബിഗ് ബാങ് അങ്ങനെ പറഞ്ഞു വന്നു. അതുപോലെ തന്നെ അതിനോട് ചേർത്തിട്ട് അവർ പറയാനിടയായി ബിഗ് ബാങ്ങിന് ഒപ്പിച്ചിട്ട് ബിഗ് ക്രഞ്ച്. അപ്പം നമ്മൾ അതേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഇപ്പോഴിതാ ഒരു പിന്നണി ഗായകൻ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കേട്ടോളൂ, വേണമെങ്കിൽ കേട്ടോളൂ, അല്ലെങ്കിൽ കേൾക്കണ്ട. ഈ ബിഗ് ബാങ്ങും ബിഗ് ക്രഞ്ചും അതൊന്നും ഒരു 90% മുസ്ലിങ്ങൾ ഇപ്പോഴും കേട്ടിട്ടില്ല. അതായത് ഈ പിന്നണി ഗായകനെ കേൾക്കാൻ അവർക്ക് മനസ്സില്ല. എന്തിനിപ്പോൾ അത് കേൾക്കുന്നത്? പിന്നണി ഗായകനും കുഴലൂത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയാണ്. അപ്പോൾ പിന്നെ ആർക്കാണത് ഉപകാരപ്പെടുക? വിശ്വാസികൾക്കല്ല. പിന്നണി ഗായകൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ വിശ്വാസങ്ങൾ. അതേ സന്ദർഭത്തിൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ നോക്കി നിൽക്കുകയാണ്. മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കാണുന്ന എല്ലാ മതഗ്രന്ഥങ്ങളെയും അവരൊന്ന് തൊട്ടൊഴിഞ്ഞങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ തൊട്ടൊഴിഞ്ഞു പോകുന്ന അവസരത്തിൽ അവരുടെ ഹൃദയം ഒരു ചോദ്യം ചോദിക്കും. ഈ പറയുന്ന മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതൊരു ഗ്രന്ഥമാണ് കുഴലൂത്ത് കിട്ടുന്നത്? കുഴലൂത്ത് കിട്ടുന്നത് ഏതിനാണ്? ആരുടെ കുഴലൂത്ത്? ഈ ഒരു മതവും തൊടാതെ നിൽക്കുന്ന മനുഷ്യന് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആനക്കാര്യമാണ് സയൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴലൂത്ത് കിട്ടുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് അവനെങ്ങനെ നോക്കി നിൽക്കുന്ന അവസരത്തിൽ അയാൾക്ക് ഒരല്പം ചായ്വ് ഇങ്ങോട്ട് വരാനിടയായി. അത്രയും മാത്രമേ ശാസ്ത്രത്തെ നാം കാണുന്നു. ഇത്തരക്കാരായ ആളുകൾക്ക് അവരുടെ മനസ്സിൽ ഇതാ ഇത്രയും വർഷം മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യത്തിന് ഇന്നത്തെ ആശാന്മാർ കുഴലൂത്ത് നടത്തുന്നുണ്ടല്ലോ, ഇനി അവർ കാലി വാരിയാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. കാലുവാരി കഴിഞ്ഞ് വേറൊന്ന് പറയാനിടയായി, അപ്പോഴും നമ്മളതിനെന്തേ കാണുള്ളൂ? കുഴലൂത്തുകാരൻ പാട്ട് നിർത്തിപ്പോയി എന്നേ ഉള്ളൂ. അത്രേ നമ്മൾ കാണുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിനോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഖുർആനിനെ താങ്ങി നിർത്താനാണ് ശാസ്ത്രം. അങ്ങനെയല്ല. ഖുർആൻ അവിടെ ശരിക്കും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഒരു പല്ലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്നോട്ടെ. ആ ഭീമ അവിടെ ഇങ്ങനെ നിന്നുകൊള്ളും, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ അതിന്മേൽ ഒരാൾ കയറി ഇരുന്ന് അല്ലെ ചുവട്ടിൽ ഒരാൾ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ആട്ടുന്നില്ല, തട്ടുന്നില്ല. ഇനി വീണോട്ടെ, എന്നാലും ഭീമ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ നിന്നിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് തെളിയിക്കാനൊന്നും ശാസ്ത്രം അങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്ന ഒരു രീതിയിലേക്ക് ഇത് വരുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാം ഒരു അക്ഷരം അതുപോലെ എഴുത്തുവായനായ അതിൻ്റെ ഒരു പരിസരത്തു നിന്ന് വരുന്ന ഒരാളല്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല.
അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ശാസ്ത്രം വളരെ കൃത്യമായി കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഒരു ഭൗതികമായ സ്രോതസ്സിൽ നിന്ന് ലഭിച്ചതല്ലാത്ത ഒരു ജ്ഞാനം നബി പറയുമ്പോൾ അത് അഭൗതികമായ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. സ്വാഭാവികമായും അങ്ങനെ ആവുമ്പോൾ പിന്നെ ആ സ്രോതസ് ഏത്? അത് പിന്നെ ദൈവികമാകാനേ തരമുള്ളൂ. അപ്പോൾ ഖുർആൻ ദൈവികമാണ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ് എന്നതിൻ്റെ ഒരു തെളിവായി ഇത് തീർച്ചയായും മാറുന്നുണ്ടല്ലോ. അത് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ആദ്യമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറാവുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിരന്തരമായ മുഅ്ജിസത്ത് കാണുമ്പോഴാണ്. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അഭൗതികമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ അഭൗതികമായ കാര്യങ്ങൾ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, അത് കള്ളക്കളിയല്ല, തട്ടിപ്പല്ല എന്ന് അതിൻ്റെ ആവർത്തനം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ ബോധ്യമാകുമ്പോൾ, അതല്ലെങ്കിൽ കർണപുടത്തിൽ അത് ബോധ്യമാകുമ്പോൾ ഈ മനുഷ്യനിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. ഈ ആള് തല്ലിപ്പൊളിയല്ലല്ലോ. കാരണം തരികിട കളിക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്. ഇതൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല, ആവർത്തിക്കുക തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നീരുണ്ടാവുക ബ്ലഡായിട്ടും അല്ലാത്തതായിട്ടും കവിഞ്ഞാലൊരു 4 ലിറ്റർ അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ ഇത്രയൊക്കെ അപ്പോൾ നമ്മുടെ ശരീരം ഞെക്കിപ്പിഴിഞ്ഞാൽ കിട്ടുന്ന ചോരയും നീരുണ്ടാവും. 1600 ആളുകൾ ദാഹിച്ചു വരണ്ട് നിൽക്കുക, അവരുടെ ഒട്ടകങ്ങളും കോവർ കഴുതിയും ദാഹിച്ചു വരണ്ട് നിൽക്കുക. അപ്പോൾ എത്ര ഗ്യാലൻ വെള്ളം വേണം അവർക്കെല്ലാം കൂടി ഒന്ന് ദാഹം തീർക്കാൻ? അപ്പോൾ ആ വ്യക്തിത്വം കൈവിരലങ്ങ് വെക്കുക, തൽസമയത്ത് അതിലൂടെ ശുദ്ധജലം പ്രവഹിക്കുക. മാജിക്കാണെങ്കിലും തട്ടിപ്പാണ് എന്നുണ്ടെങ്കിലും അത് ഒട്ടകം പറയും ഇത് വെള്ളമല്ലല്ലോ തോന്നു തന്നെയാണ്. ഒട്ടകം ഇങ്ങനെ കുടിച്ച് മുർത്താഹാകുന്ന സന്ദർഭത്തിൽ ഈ ഷാഹിദ് നോക്കി നിൽക്കുന്ന ആൾക്ക് വകവെച്ച് തരേണ്ടി വരികയാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉള്ള ചോരയല്ല, നീരല്ല. അപ്പോൾ ഇവിടെ ഒരു അഭൗതികത കണ്ട് ഇത് ഒരു തവണയല്ല, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് കാണുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് കാണുകയാണ്. ഇത് ചെയ്യുന്ന വ്യക്തി പറയുന്നു, എന്ത് എന്നെ നിങ്ങൾ ഒന്നും ആരോപിക്കണ്ട, ഞാനാണിതൊക്കെ ചെയ്യുന്നതെന്ന് ആരോപിക്കണ്ട. മറിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ആരാണോ പുഴയിൽ വെള്ളമെത്തിച്ചത്, ആരാണോ കടലിൽ വെള്ളമെത്തിച്ചത്, ആരാണോ കോമറ്റുകളിൽ നിന്ന് ഇവിടെ ജലഗണികം, അത് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ വക്താവ് മാത്രമാണ് ഞാൻ. ആ ശക്തി കേവലം ഒന്നേ ഉള്ളൂ. അതിന് രൂപമില്ല, അതിന് സ്ഥലകാലമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ശക്തിയെ അവതരിപ്പിക്കുകയും അതിൻ്റെ വക്താവ് മാത്രമാണ് ഞാൻ എന്ന് ഈ ആൾ പറയുകയും ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നത് നുണയാണ് എങ്കിൽ ഇതാ 4-5 ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് എൻ്റെ കള്ളക്കളി ഇവിടെ പത്രക്കാർ പുറത്തു കൊണ്ടുവരും, എൻ്റേത് മാജിക്കായിരുന്നുവെന്ന്. ആർക്കും എന്നെ സംബന്ധിച്ച് ഇതുവരേക്കും ഒരു മാജിക്ക് എന്നുള്ളത് തെളിയിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് നേരാണ് എന്നാണ്. ഈ മുഴുജിത്ത് അങ്ങോട്ട് കാണുമ്പോഴേക്ക് ഈ ആളെ സംബന്ധിച്ചിടത്തോളം, നോക്കി നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യക്തി ആരായി മാറി? സ്വാദിഖായി മാറി.
അങ്ങനെ സ്വാദിക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ആളുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ ഖബറുകളും സിദ്ക്കായി മാറും. കാരണം ആദ്യം വിശ്വസിച്ച് കഴിഞ്ഞു ഇദ്ദേഹം സ്വാദിക്കാണെന്ന് നുണ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുഴുജത്തൊരിക്കലും പാളിപ്പോകുന്നില്ല. അതൊരിക്കലും തന്നെ ആ ആള് പറയുന്ന പിന്നിൽ നിന്നുള്ള ശക്തിയുടെ പിന്തുണയില്ലാതെ തോറ്റു തൊപ്പിയിടുന്നൊരു പ്രശ്നമേ കാണുന്നില്ല. അപ്പോൾ പിന്നെ ആ ആള് എന്ത് തൊട്ടാലും അത് സത്യമേ പറയുള്ളൂ എന്നിടത്തേക്ക് എത്തിച്ചേരാം. ആ എത്തിച്ചേരുന്നതിനെയാണ് എന്ത് പേര് പറയുന്നത്? സുദ്ദീഖ് പരുവം, സുദ്ദീഖ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, സുദ്ദീഖ് പരുവത്തിൻ്റെ ഒരു എക്സാമ്പിൾ. മനുഷ്യന് വായുവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും, മനുഷ്യന് ശബ്ദവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതിന് ഇന്നാലില്ല നാസയുടെ പരീക്ഷണങ്ങൾ തെളിയിച്ചു. വേണമെങ്കിൽ നാസയുടെ പേടകത്തിൽ ഒന്ന് യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനരികിൽ ഒരു നാസ ഉദ്യോഗസ്ഥൻ വരിക. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്നവരെയും കൂട്ടിയിട്ട് ഈ നാസ ജീവനക്കാരൻ അവരുടെ പേടകത്തിൽ ഒന്ന് റൗണ്ടടിക്കുക. അതിൻ്റെ പിറ്റേന്ന് രാവിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസ് പോയി വന്നു എന്ന് പറയുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവരിങ്ങനെ ഓർക്കുക, ഞാൻ ഇന്നലെ മറ്റേ നാസൻ്റെ വണ്ടിയിലൊന്ന് പോയല്ലോ, അപ്പോൾ ഇത് ശരി തന്നെയാണ്. ഇങ്ങനെ ഒരു മുൻകൂർ ശാസ്ത്രത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ടല്ല സിദ്ദീഖ് എന്നവരത് വിശ്വസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാദിഖാണ്, സ്വാദിഖിൻ്റെ ഖബർ എല്ലാം സിദ്ദായിരിക്കും എന്ന ഒരവസ്ഥയിൽ മഹാൻ എത്തിയപ്പോൾ ഒരു ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനിങ്ങനെ റൗണ്ടടിച്ചു. അത് ഡയറക്റ്റ് പറയുകയല്ല, കേട്ടവനെ കേട്ടതേ ഉള്ളൂ. അപ്പോഴേക്ക് ശ്രദ്ധിക്കുന്നവർ പറഞ്ഞതെങ്ങനെ, അവിടുന്ന് അങ്ങനെ പറഞ്ഞോ പോയി എങ്കിൽ ഞാൻ വിശ്വസിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഖുർആനിലെയും ഹദീസിലെയും അഥവാ ഇസ്ലാമിൻ്റെ എന്തൊരു വിഷയം പറയുമ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ തിരുവായിൽ നിന്ന് വന്നു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ആ പിടുത്തം. എന്തിലല്ല പിടുത്തം, അത് ആ നാസയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചാന്ദ്രിക സഞ്ചാരികളുടെയോ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലല്ല. അതേ സന്ദർഭത്തിൽ ഈ ഒരു കാര്യം ആർക്ക് ആവശ്യമാണിതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷിക്ക്. വൈൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ നബിയെ നിങ്ങളെങ്ങാനും നിന്നുകൊടുത്താൽ അവർ നിങ്ങളെ സ്വീപ്പാക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിലെ വലിയൊരു ജനവിഭാഗം ആളുകൾ ലലാലത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുക. ആ ലലാലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ലലാലത്തിൽ ഇങ്ങനെ കഴിയുന്ന അവസരത്തിൽ ഒരു വേള അവർ ഒരൽപ്പം സമാധാനത്തിലിരിക്കുകയും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ഇങ്ങനെ ഖബറു സാദിഖ് ഖബറു സാദിഖ് ഖബറു സാദിഖ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, ആ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു കഥയുണ്ടോ എന്ന് ഞാനൊന്ന് ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കട്ടെ. ഏത് മാനദണ്ഡം? അവനെ സംബന്ധിച്ചിടത്തോളം ദലാലത്തിൽ ഓടുന്ന സന്ദർഭത്തിൽ അവൻ വലിയ ഒരു മുഴുത്തമതായി കാണുന്ന ശാസ്ത്രം, അത് വല്ല വിധേനയും ഈ ഖബറു സാദിഖിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ നോക്കാൻ, അവനെ നമുക്ക് അതിലേക്ക് പ്രേരിപ്പിക്കാൻ ശാസ്ത്രം ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന് എപ്പോഴും മാനദണ്ഡം ഈ മുഅ്ജിസത്തിൻ്റെ വ്യക്തിത്വത്തിലെ ഖബറിനോടുള്ള ആ സിദ്ഖ് വിചാരം തന്നെയാണ്. ഖുർആൻ ശാസ്ത്ര ചർച്ചകളിലേക്ക് തന്നെ നമുക്ക് വരാം എന്ന് തോന്നുന്നു.
ഖുർആൻ ശാസ്ത്ര ചർച്ചകൾ കൂടുതലായി നമ്മൾ ശ്രവിച്ചിട്ടുണ്ട് ഉസ്താദിൻ്റെ പ്രസംഗങ്ങളിൽ. പക്ഷെ ചിലപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, സാധാരണ മുഫസ്സിറുകൾ ഒരായത്ത് പറയുമ്പോൾ പറയുന്നതിന് വിഭിന്നമായി, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറഞ്ഞതായി കാണാത്ത ചില വിശദീകരണങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പറയാറുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഇവിടെ സനഫ്റൂലക്കും അയ്യുഹസ് സഖലാൻ, നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ജിന്നുകളെ ഞാൻ ഒഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഹിസാബ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആകാശ ഭൂമികളുടെ ദിക്കുകൾ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് കടന്നു കളയാൻ സാധിക്കുമെങ്കിൽ കടന്നു കളയൂ, നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു തഅജീസിൻ്റെ അമ്രായിട്ടാണ് അത് സാധാരണ പറയാറുള്ളത്. എന്നാൽ ആകാശഭൂമികളുടെ വിവിധ മണ്ഡലങ്ങളിലൂടെ നിങ്ങൾക്ക് ഊളിയിടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഊളിയിടൂ. നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. ഇല്ലാ ബിസുൽത്താൻ, അതിന് രക്ഷാകവചം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഇപ്പോൾ സുരക്ഷിതമായ കവചങ്ങൾ, അതിനാവശ്യമായ രക്ഷാകവചങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആകാശയാത്ര നടത്താം, അതുപോലെ ബഹിരാകാശ സഞ്ചാരം നടത്താം. അപ്പോൾ ബഹിരാകാശ സഞ്ചാരം സാധ്യമാണ് എന്നതിന് ഈ ആയത്ത് ഉപോത്ബലകമായി ഓതുന്നതായി കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉലമാ, അവനെ ഭയപ്പെടുന്നത് ഉലമാ മാത്രമാണ് എന്ന് പറഞ്ഞിടത്ത് അത് ഉലമാ എന്ന സയൻറ്റിസ്റ്റുകൾ മാത്രമാണ് എന്ന രൂപത്തിൽ അർത്ഥം പറയുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമീപനത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം ഉസ്താദ് പറഞ്ഞാൽ നന്നായിരിക്കുന്നു. സൂറത്ത് റഹ്മാനിൽ യാ മഅശറൽ ജിന്നി വൽ ഇൻസി, അല്ലയോ ജിന്ന് സമൂഹമേ, ഇൻസ് സമൂഹമേ, ഇനിസ്തത്വഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ ദിക്കുകളിൽ നിന്ന് പുറങ്കണ്ടം ചാടിപ്പോവാൻ നിങ്ങൾക്ക് സ്വയം പര്യാപ്തിയുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വയം പര്യാപ്തി ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. ഊരിച്ചാടിപ്പോകുന്ന കാഴ്ച ഒരിക്കലും ഒരാൾക്കും എൻ്റേതായ സർക്കിൾ വിട്ട് ചാടാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്, ആ പരിധി വിട്ട് നിങ്ങൾക്ക് പോവാൻ കഴിയില്ല. ഞാൻ നിശ്ചയിച്ച പരിധി വിട്ടുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നതിനും വേണം എൻ്റെ സുൽത്താൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. എന്താ നിങ്ങൾ പോയാൽ സംഭവിക്കുക? പോകുന്ന പോക്കിൽ തന്നെ യുർസലു അലൈക്കുമാ ശുവാളും മിന്നാർ, മേൽപോട്ട് പോകുമ്പോൾ ഉൽക്കകൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കും. ശുവാളും മിന്നാരിം വനുഹാസ്, നിരവധി ലോഹങ്ങൾ, അതെല്ലാം വന്ന് നിങ്ങളെ ഇടിക്കും. വലാ തന്തസ്വിറാൻ, അപ്പം നിലവിളി കൂട്ടുക അല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുന്നത് എൻ്റെ സുൽത്താനോട് കൂടെയാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്നത് അതും എൻ്റെ സുൽത്താനോട് കൂടെയാണ്. ആകാശഭൂമിയുടെ കുത്തറ് വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിലോ, സൂപ്പർ സ്പേസിലേക്ക് പോകുന്നുണ്ടെങ്കിലോ, അതിനും എൻ്റെ സുൽത്താൻ വേണം. അപ്പോൾ എൻ്റെ സുൽത്താൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും സ്വന്തമായി നടക്കുകയില്ല. അതുകൊണ്ട് വരച്ച വരയിൽ അവിടെ നിന്നുകൊള്ളൂ. എൻ്റെ ശിക്ഷയിൽ നിന്ന് ഓടിക്കളിക്കാൻ സാധ്യമല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ, ഈ തഫ്സീർ എഴുതിയ മുഫസ്സിറുകൾ അതിനെ മനുഷ്യൻ്റെ തഅജീസ്, അവൻ്റെ ബലഹീനത കാണിക്കാൻ വേണ്ടിയിട്ടാകുന്നു ഈ ആയത്ത് വന്നിട്ടുള്ളത് എന്ന് പറയണം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്.
ആ തഴജീസ് അവരെ ബോധ്യപ്പെടുത്തുന്നിടത്ത് പടച്ച റബ്ബ് കൊണ്ടുവന്ന കലാമിലേക്ക് ഒരു നോട്ടം നോക്കണം നാം. ആ കലാമിലേക്ക് നോക്കിയാൽ എന്താ കാണുക? കലാമിലേക്ക് നോക്കിയാൽ, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് പോവാനുള്ള പഴുതുകളുണ്ട്. പക്ഷേ അല്ലാഹു തആല ഒരുക്കി തരുന്ന സുൽത്താനിൻ്റെ കീഴിൽ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് പോവാൻ കഴിയും. ഞാൻ ജിന്നിനെ വിളിച്ചു, ഇൻസിനെ വിളിച്ചു. നിങ്ങൾക്ക് മോഡൽ വേണോ? എൻ്റെ സുൽത്താൻ കിട്ടുമ്പോൾ അഖ്താറുസ്സമാവ് വിട്ടു പോകുന്നതിൻ്റെ സാമ്പിള് വേണോ? അഖ്താറുസ്സമാവാത്ത് വിടുക എന്ന് പറഞ്ഞാൽ 7-ാം ആകാശത്തിനപ്പുറത്തേക്ക് പോകണം. അപ്പോഴേ എന്താവുള്ളൂ? അഖ്താറുസ്സമാവാത്ത് പാസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി എന്ന് പറഞ്ഞ ഇൻസിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ നുഫൂദ് നടത്തിയോ? ഓ, എവിടുന്ന്? സൂപ്പർ സ്പേസ് നിന്ന്. അതെവിടെ? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? സിദ്റത്തുൽ മുൻതഹ ഈ അഖ്താറുസ് സമാവാത്തിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തുൽ മുൻതഹ. അപ്പോൾ നുഫൂദ് സാധിച്ചോ? സാധിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നല്ല, ഇൻസാൻ. അവിടെ ഇൻസിനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഇൻസിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഈ ഇൻസ് വ്യക്തിത്വം എന്തുകൊണ്ട് നുഫൂദ് നടത്തി? അത് സുൽത്താനുണ്ട്. ആ സുൽത്താൻ എന്ത് സുൽത്താനായിരുന്നു? അത് നമുക്ക് ഒരു അഭൗതിക സുൽത്താൻ എന്ന് പറയാം. അള്ള കൊടുത്ത ഒരു അഭൗതിക സുൽത്താൻ. ഇനി ഷുവാലും മിന്നാറും വനുഹാസ് എന്ന് പറയുന്നത് എന്താണ്? ഉൽക്കകളാണ്. ആകാശത്തുകൂടെ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഉൽക്കകളാണ്. ആ ഉൽക്കകളുടെ ഇടിയേൽക്കും എന്ന് പറഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റുന്ന സുൽത്താൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം, പുറത്ത് ചാടിയിട്ടില്ലെങ്കിലും. എന്ത്? ചന്ദ്രൻ വരെ പോവാം, ചൊവ്വ വരെ പോവാം. പക്ഷെ എന്തു വേണം? സുൽത്താൻ വേണം. എന്തായിരിക്കും ആ സുൽത്താൻ എന്ന് പറയുന്നത്? ഷ്വാലും മിന്നാറിനെയും നുഹാസിനെയും ചെറുക്കാൻ മതിയാകുന്ന ആ സുൽത്താന്. അതും അല്ല തന്നത് തന്നെയാണ്. അള്ളാഹു തന്ന മെറ്റീരിയൽസ് അസംബ്ലിങ് കഴിക്കുമ്പോഴാണ് ഈ പേടകം പൂർത്തിയായിത്തീരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പോവാം. പക്ഷേ ധരിക്കരുത്. എന്ത്? നിങ്ങളുടേതായ സ്വന്തം ഒരു ശക്തിയാണതെന്ന്. കാരണം എപ്പോൾ ഈ പോകുന്ന പേടകത്തെ ഞാൻ ഒന്ന് താഴെ വീഴ്ത്തട്ടെ എന്ന് കരുതിയാൽ അത് താഴെ വീഴാവുന്നതേ ഉള്ളൂ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്ന അഖ്താറുസ് സമാവാത്തിനെ വിട്ടുകടന്നു. ഇനി ആകാശത്തിൻ്റെ ഉള്ളിലൂടെയുള്ള നടത്തമോ? അത് ഇൻസിന് കഴിയുമെന്ന് അല്ലാഹു തആല വേറെ 2 ഇൻസിൻ്റെ കാര്യത്തിലൂടെ കാണിച്ചു തന്നു. വറഫഅനാഹു മകാനൻ അലിയ്യാ. ഇദ്രീസ് നബി അലൈഹിസ്സലാം ആകാശത്തിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചു എന്നാണ് ആ പറയുന്നത്. ഇൻസിൽപ്പെട്ട ആളാണ്. അത് നമ്മോട് പറയുകയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖതലൂഹു യഖീന ബർറഫഅഹുല്ലാഹ്. ഒരു ഇൻസ് ആകാശത്തിൻ്റെ ഉള്ളിൽ കൂടെ അഖത്താറ് വിട്ടുപോയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മോട് പിന്നെ പറയുന്നു, ലതർകബുന്ന ത്വബഖൻ അൻ ത്വബഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുക. ഈ പറയുന്നതൊക്കെ പടച്ച റബ്ബ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഈ ആയത്ത് കൊണ്ട് പടച്ച റബ്ബിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല, പോവാൻ കഴിയില്ല, പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ സുൽത്താനിൻ്റെ ചുവട്ടിൽ നിന്ന് ഇവിടെയൊക്കെ പോയവരുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ആകാശ സഞ്ചാരത്തിന് എതിരല്ല. തഫ്സീറിൽ ഉസ്താദുമാർ പറഞ്ഞത് ഈ ശാസ്ത്രീയമായ ഇന്ന് പറയുന്ന സാധ്യതകളുടെ ഗേറ്റ് അടക്കുക അല്ല. തഫ്സീർ ഇതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത് എന്താണത്? അള്ളാഹുവിൻ്റെ കലിമാത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ ലഹറുണ്ടാകും, അതിൻ്റെ ബത്തുനുണ്ടാവും. ലിക്കുല്ലിൻ ലഹറും വ ബത്തുനും. അള്ളാഹുവിൻ്റെ കലിമാത്തിന് അതിൻ്റേതായ അർത്ഥതലം ഒരു മുഫസ്സിർ ഒരു കഷ്ണമേ എഴുതുള്ളൂ. അതിൽ അത് തീർന്നു എന്ന് പറയാൻ പാടില്ല. കാരണം
ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി എന്നതിന് തന്നെ ഒരു തഫ്സീറുണ്ട്. എന്ത്? അള്ളാഹുവിൻ്റെ കലിമാത്ത് എഴുതാനെന്നല്ല, മറിച്ച് അവൻ തന്ന കലിമാത്തിൻ്റെ വ്യാഖ്യാനം എഴുതാൻ മുതിർന്നാൽ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ ആയത്തുകൾക്കും ലഹ്റായിട്ടും ബത്നായിട്ടും അനന്തമായി കിടക്കുന്ന അർത്ഥങ്ങളുണ്ടാകും. ഒരു തഫ്സീറിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്ന് ഒരു മുഫസ്സിറും പറയുന്നതല്ല. പിന്നെ ഒന്നുകൂടി പറഞ്ഞില്ലല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഒരു പാർട്ടി മാത്രമാണ്. ഇന്നമ ഹസ്റിൻ്റെതാ. അതാരാണ്? അൽ ഉലമാഉ. ഉലമാ അലിഫ്ലാം ചേർത്ത ആളുകളാണ്. ആ അൽ ഉലമാഉ എന്ന് പറയുന്നതിന് സൂഫി പണ്ഡിതന്മാർ, ത്വരീഖത്തിൻ്റെ പണ്ഡിതന്മാർ. ആ അൽ ഉലമാഉ എന്ന് പറഞ്ഞാൽ ഫുഖഹാ, ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ. ഇതൊക്കെ അവിടേക്ക് യോജിക്കുന്ന കാര്യമാണ്, അതിനോട് യോജിക്കുന്ന കാര്യമാണ്. എന്ത്? ഈ ഭൗതികതയുടെ തനി നിറം മനസ്സിലാക്കിയ സയൻറ്റിസ്റ്റുകൾ, ഭൗതികതയുടെ തനി നിറം മനസ്സിലാക്കിയ സയൻറ്റിസ്റ്റുകൾക്ക് അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ പേടിക്കാരൻ ആരാണ്? അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ ആദ്യം എന്ത് പറഞ്ഞു? ഇന്നമാ അന അഅലമുക്കും ബില്ലാഹ്, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നോളജ് കിട്ടിയവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരായിത്തീർന്നു? അഖ്ശാക്കും ലില്ലാഹ്, ഏറ്റവും കൂടുതൽ പടച്ചറപ്പിനെ പേടിക്കുന്ന ആളും ഞാൻ തന്നെയായി. റസൂലുള്ളാഹി നിങ്ങൾ എങ്ങനെയാണ് സയൻറ്റിസ്റ്റായി മാറിയത്? അത് ഇസ്രാ നടത്തിയപ്പോൾ ലിനുരിയഹു മിൻ ആയാത്തിനൽ കുബ്ര, ലിനുരിയഹു മിൻ ആയാത്തിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് വശംവദമാവാത്ത കുറേ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. മേറാജിൻ്റെ കഥ പറയുന്നത് സൂറത്ത് വന്നജിമിയിലാണ്. അവിടെ എത്തിയപ്പോൾ പറയുണ്ടായി എന്ത്? ലിനുരിയഹു മിൻ ആയാത്തിനൽ കുബ്ര, ഗ്രേറ്റസ്റ്റ് ആയാത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തൊക്കെയാ കണ്ടത്? ആകാശത്ത് പോയിട്ട് ഭൂമിയിലിരിക്കുന്ന മനുഷ്യന് കിട്ടിയതിൻ്റെ എത്രയോ അപ്പുറം നബി തങ്ങൾ കണ്ടു. കോമറ്റുകൾ കണ്ടു, ഹാലി ധൂമകേതുവിനെ കണ്ടു, വാൽ നക്ഷത്രങ്ങളെ കണ്ടു, ഗാലക്സി ഫുള്ളായിട്ട് കണ്ടു. കണ്ടു കണ്ട് 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 എല്ലാ മേഖലകളും കണ്ടു എന്ന് മാത്രമല്ല, സാക്ഷാൽ സ്വർഗത്തിലും നരകത്തിലുമൊക്കെയുള്ള കാഴ്ചകളും കണ്ടു. ഇതല്ലേ സയൻസ് എന്ന് പറയുന്നത്? ഈ കാഴ്ചയാണല്ലോ ഭൗതികതയുടെ അറിവ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കായിനാത്തിൻ്റെ ഭൗതിക തലം നബിതങ്ങൾ ശരിക്കും അങ്ങോട്ട് കണ്ടു. അങ്ങനെ വലിയ സയൻറ്റിസ്റ്റായി മാറി. സയൻറ്റിസ്റ്റായി മാറുന്നതിനനുസരിച്ച് ഇത്രയും വലിയ ഒരു ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി വല്ലാത്തൊരു ശക്തി തന്നെയാണ്. പേടികൂടി. ഒരു കുഞ്ഞ്, 1.5 വയസ്സായ ഒരു കുഞ്ഞവിടെ ഉണ്ട്, 3 വയസ്സായ ഒരു കുഞ്ഞവിടെയുണ്ട്, 5 വയസ്സായൊരു കുഞ്ഞവിടെയുണ്ട്, 10 വയസ്സായൊരു കുഞ്ഞവിടെയുണ്ട്. തൽസമയത്ത് ഒരു പാമ്പം ഇങ്ങനെ ഇഴഞ്ഞു വന്ന് നോക്കട്ടെ, അപ്പോൾ അറിയാം പേടി ആർക്കാണ് കൂടുതൽ. ഇൽമ് വളരെ കുറഞ്ഞ ആൾക്ക് തീരെ പേടി ഉണ്ടാവില്ല. മൂപ്പരുമെല്ലാം പോയിട്ട് പാമ്പിനൊന്ന് പിടിച്ചു നോക്കാനൊക്കെ നോക്കും. പക്ഷെ 3 വയസ്സിൻ്റെ മേലെ 5 വയസ്സായ ആൾ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കളിയില്ല. 10 വയസ്സുകാരൻ ഓടി ഒളിക്കും. അതാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഈ ഭൗതികതയുടെ തനി നിറം ശരിക്കും മനസ്സിലാക്കുമ്പോൾ അത് നടത്തിക്കൊണ്ടു പോകുന്ന ആളോട് വല്ലാത്തൊരു പേടിയുണ്ടാവും, അതൊരു സംശയവുമില്ല. ഇന്നമാന അഅലമുക്കുമില്ല വാതഖാക്കുമില്ല വാഖ്ശാക്കുമില്ല. അപ്പോൾ ഇത് തെറ്റാണോ? സൂഫി വര്യന്മാരാണ് ഏറ്റവും വലിയ അള്ളാഹുവിനെ പേടിക്കുന്നവർ. അത് മിൻ ഹൈസു, ഒരു ജിഹത്തിലൂടെ അത് ശരിയാണ്.
അവരാണ് ഇഷ്ക് മൂത്തുകൊണ്ട് സ്നേഹത്തിലേക്ക് എത്തിച്ചേർന്ന ആൾ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കാണ് കൂടുതൽ പേടിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്കാണ് 3 പ്രാവശ്യം മാന്താൻ പേടിയുണ്ടാവുക. 2 മാന്തൽ നിന്ത്യ ഒരു നിർത്തും. അതാണ് അവരുടെ പേടിൻ്റെ സ്വഭാവം. അങ്ങനെ മിന്നൈസു എല്ലാ ഉലമാവിനും അള്ളാഹുവിനെ പേടിയുണ്ടായിത്തീരുന്നതാണ്. ഏതെങ്കിലും ഒന്നില്ലാതെ നിന്നാൽ അതിൻ്റെ ഒരു കുറവ് അയാളിൽ കാണാനും കഴിയുന്നത്. ഇപ്പം ഫിഖ് അങ്ങോട്ട് ഒഴിവാക്കി ഷൗക്ക് ഇഷ്ക് അങ്ങോട്ട് പെരുപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പക്ഷേ നിസ്കാരത്തിൽ തന്നെയും എന്തു ചെയ്തു എന്ന് വന്നേക്കാം, അജ്നബിയായ കലാമുകളൊക്കെ വന്നു പോയി എന്ന് വന്നേക്കാം. അദ്ദേഹത്തിനൊരു പക്ഷേ അത് മതിയാകുമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല, ആ അജ്നബിയായ കലാം വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് AI കുറിച്ചാണ്. അതായത് നിർമ്മിത ബുദ്ധി. ഇപ്പോൾ യന്ത്രങ്ങളിലേക്ക് ബുദ്ധിയെ സന്നിവേശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാറ്റ് GPT പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു ഏറ്റവും പുതിയ സാങ്കേതിക രീതിയായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. സാധാരണക്കാർ തന്നെയും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ചോദ്യം, ഖുർആനിൽ പല കാര്യങ്ങളിലേക്കും സൂചനകളുണ്ടെങ്കിൽ ഉണ്ട്, അത് നമുക്കറിയാം. ഈ AI കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും സൂചനകൾ കണ്ടെത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ അത് ഇല്ല എന്നത് കൊണ്ട് അതിനെന്തെങ്കിലും ഖുർആൻ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഉണ്ട് എന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയായി കണക്കാക്കാൻ സാധിക്കുമോ? മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോഴേ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സാങ്കേതികതയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരു പരാമർശം വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ നിൽക്കുക ആ ചോദ്യത്തിന് മുമ്പിൽ. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ എന്ന് പറയുന്നത് ഒരു ജനറൽ എക്സ്പ്രസ് ആണല്ലോ. അപ്പോൾ ഇതുകൂടി അവിടെ വേണ്ടതല്ലേ? എന്നാൽ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ തന്നെ ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ ഇവിടെ പൂർത്തിയായി. അല്ലമൽ ഇൻസാന എന്നുള്ള അല്ലമ എന്താണ്? അത് വെർബാണ്, ഫീലാണ്. ഫീലിയായ ജുംല എന്തിനെ അറിയിക്കുമെന്നാണ്? തജദ്ദുദ് ഹുദൂസിനെ അറിയിക്കും. അറിയാമല്ലോ, അതല്ലേ നമ്മൾ മുഖ്തസറിൽ പഠിപ്പിക്കുന്നത്, അതല്ലേ നഫായിസിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലമൽ ഇൻസാന എന്നാണ് അർത്ഥം. എന്താ? വിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി കൊണ്ട് ഇറങ്ങുന്ന അവസരത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ പറയാം, 40-ാമത്തെ വയസ്സിൽ ലോകത്തോടൊപ്പം തന്നെ കാഹളമൂതുകയാണ്. ശ്രദ്ധിച്ചുകൊള്ളണം, ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ആയുസ്സിൽ എന്തായിരിക്കും സൃഷ്ടാവാകുന്ന എൻ്റെ ജോലി? ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആനം ഫആന, പഠിപ്പിച്ചുകൊണ്ടിരിക്കും. വൽ ഇൻസാന, മനുഷ്യകുലത്തിന്. ആനം ഫആന, ഇന്ന് നാളെ മറ്റന്നാൾ, അങ്ങനെ ഈ കൊല്ലം ഒരു 10 പുതിയ കാര്യം കണ്ടുപിടിച്ചതിന് സയൻറ്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ്. അതല്ലാത്ത വേറെ 10 അടുത്ത 2025 കാണുമ്പോൾ അത് ഞാനവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് അവർക്ക് നോബൽ പ്രൈസ്. ഇതായിരിക്കും എൻ്റെ ശൈലി. അല്ലമൽ ഇൻസാന, മനുഷ്യന് ആനം ഫആന, പടച്ചറബ് തൈലീമാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ് ഞാൻ. എന്തിനെയാണ് തൈലീമാക്കിക്കൊണ്ടിരിക്കുക? മാ ലം യഅലം, ഇന്നലെ വരെ അയാളുടെ മുന്നിലേക്ക് ഞാൻ ഇൽമായി കൊടുത്തിട്ടില്ലാത്ത ഒന്നിനെ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പുതിയത് പഠിപ്പിച്ചു കൊണ്ടിരിക്കും. ആ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽപ്പെട്ട ഒന്നായിരുന്നു വൈദ്യുതിയുടെ കണ്ടുപിടുത്തം. മാലം യഅലം. ആ
മാലം യഅലമിനെ തഴലീമാക്കിയതിൻ്റെ ഒരു രൂപമായിരുന്നു ഫോൺ സംവിധാനം. അങ്ങനെ മാലം യഅലമായിരുന്ന ഒരു വിദ്യ അവന് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ രൂപമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മേൽ പറയപ്പെടുന്ന സാങ്കേതിക ബുദ്ധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റോബോട്ടിനാവട്ടെ അല്ലെങ്കിൽ മറ്റേത് യന്ത്രത്തിനാവട്ടെ, ആ യന്ത്രത്തിലേക്ക് അതിന് നാം കുറേ സന്ദേശങ്ങൾ അതിൽ ഫീഡ് ചെയ്യണം, അതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ പുള്ളിക്കാരനായിക്കൊള്ളും ബാക്കി പരിപാടി എന്ന് മാത്രം. ഇതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നിർമ്മിത ബുദ്ധിയെ ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യന് പടച്ചറബ് തോന്നിപ്പിച്ചു കൊടുത്തു. അല്ലമൽ ഇൻസാന മാലം യഅലം. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമാകണമെങ്കിൽ എന്തു വേണ്ടതായിരുന്നു? അത് മനുഷ്യൻ അതിൽ ഫീഡ് ചെയ്യാതെ തന്നെ, അവൻ അതിനെ ഷാഹിലാക്കാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മെ എല്ലാവരെയും കവച്ച് വെച്ചിട്ട് ഈ പാറ്റ പൊടിയുന്നത് പോലെ കുറേ റോബോട്ടുകൾ ഇങ്ങനെ നേരം വെളുത്തപ്പോഴേക്ക് രംഗപ്രവേശനം ചെയ്യുകയും ആരടാ ഞാനടാ എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മളുടെ അണ്ടറിലല്ല ഇത് വന്നത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഖുർആൻ പറയുന്നത് നിൻ്റെ കൈക്കായിട്ട് തന്നെ നീ വികസിപ്പിച്ചെടുക്കുന്നത് ഇവിടെ സംഭവിക്കും. അത് ഞാൻ നിൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റോബോട്ടിൻ്റെ വരവോടുകൂടെ ഉണ്ടായിത്തീർന്നിട്ടുള്ള കുറേ മെഷീനുകളില്ലേ, കുറേ ചെറിയ പാർട്സുകൾ, വലിയ പാർട്സുകൾ, ഇതൊക്കെ ആദം നബി ഇസ്ലാമിൻ്റെ മെമ്മറിയിൽ നേരത്തെ സ്റ്റോറാ. അല്ല മാധവൽ അസ്മാക്കുല്ല, മൗസ് അല്ലെങ്കിൽ മോണിറ്റർ, ഇതൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ പുതിയത്. ആദം നബി ഇസ്ലാം അതൊക്കെ അന്ന് യൂസ് ചെയ്ത് പോയതാ. ഇപ്പോൾ അതിൻ്റെ സമയത്തിയപ്പോൾ ഓരോന്നങ്ങനെ പുറത്തു ചാടുന്നതെന്ന് മാത്രം. ഭാഷകളെ പറ്റി വരെ നമ്മൾ ജമുൽ ജവാമിയിലൊക്കെ നമ്മൾ എന്താ മുഴുത്തമതായ അഭിപ്രായമായി കാണാറുള്ളത്? ലുഗാത്ത് തൗഖീഫിയ്യയാണ്. ലുഗാത്ത് തൗഖീഫിയ്യയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അത് ചിലപ്പോൾ വഹിയിലൂടെയാകാം, മറ്റ് ചിലപ്പോഴോ ഓരോരുത്തർക്ക് തോന്നിപ്പിക്കലിലൂടെ എന്നാണ് അവിടെ എഴുതിയത്. ഇൽഹാമിലൂടെ ഇന്നാലിന്ന സാധനത്തിന് ഇന്നാലിന്ന പദം ഉപയോഗിക്കണമെന്ന് അങ്ങോട്ട് തോന്നുക, അതും അള്ളാഹു തോന്നിപ്പിച്ചപ്പോൾ ഉണ്ടായിത്തീർന്നതാണ്. ഇതുപോലെ ഈ പറയുന്ന സാങ്കേതിക ബുദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ കരുപ്പിടിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇന്നലെ വരെ ലം യഅലം, ഇപ്പോൾ അല്ലമൽ ഇൻസാൻ. അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ. അപ്പോൾ ഈ മനുഷ്യബുദ്ധി നമ്മെ കവച്ചു വെക്കുകയില്ല എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന ഈ നിർമ്മിത ബുദ്ധിയെ ഉണ്ടാക്കുന്ന റോബോട്ടുകളെ ആയിരക്കണക്കിൽ പടച്ചുവിടുന്ന ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, അയാൾക്ക് രാത്രി ഒരു 10 മണി 11 മണിയാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഷഹവത്ത് തീർക്കണമെന്ന് ഒരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ അവിടെ ഈ നിർമ്മിത ബുദ്ധിയോട് വല്ലൊന്നും നടക്കുമോ? അതൊക്കെ ഇപ്പം നടക്കുന്നാണ് പറയുന്നത്. നടക്കൂല. അത് നടക്കാകെ തൃപ്തിയാവൂല. അയാളെ പെണ്ണുങ്ങളും സ്വസ്ഥമായി അങ്ങനെ കിടന്നുറങ്ങുക എല്ലാ ദിവസവും രാത്രി. എന്നിട്ടോ അത് ഞങ്ങളാവശ്യം നിർമ്മിത ബുദ്ധി തീർത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവുമോ? എന്ന പോലെ തന്നെ നമ്മളെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയിലൊക്കെ ഇടയ്ക്കിടെ കായിക പരിപാടികൾ നടത്താറുണ്ട്. MLA-മാരും MP-മാരും ഒക്കെ തല്ല് എന്ന് പറയുന്നൊരു കായിക പരിപാടി. അതൊക്കെ എന്താ? കലിയിളകുക എന്നതിൻ്റെ പേരിലാണ്. നിർമ്മിത ബുദ്ധിയെ കൊണ്ട് കഴിയുക ഒരു MP-യുടെ ഗളബ് തീർക്കാൻ, അല്ലെങ്കിൽ ആ ഗളബ് വിഴുങ്ങണമെന്ന് നമ്മൾ പറയുന്നു. വൽ കാളിമീനൽ ഗൈള. നിർമ്മിത ബുദ്ധിക്ക് ദേഷ്യം ഉണ്ടാക്കാനും കഴിയില്ല, വിഴുങ്ങാനും കഴിയില്ല. അപ്പോൾ എന്ത് തന്നെ പുതിയ ബുദ്ധികൾ വന്നു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ഷഹ്വത്തുകൾ, അവൻ്റെ ഗളബ്, അവൻ്റെ അഫ്ആലുൽ മുക്കല്ലഫ് അതായിട്ട് തന്നെ അവിടെ ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഊരിക്കളയണം. ഏതൊക്കെ ഊരേണ്ടി വരും? അവർ വന്നതോടുകൂടെ തന്നെ പിന്നെ കല്യാണത്തിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിർമ്മിത ബുദ്ധീൻ്റെ ഭാഗത്തിലൂടെ ഷഹ്വത്ത് വീടി പോകുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല? ദേഷ്യം വിഴുങ്ങുക എന്നതിൻ്റെ വാള് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ആർക്കും ദേഷ്യമല്ല, അതൊക്കെ നിർമ്മിത ബുദ്ധി വന്നു കൊടുത്തു.
അങ്ങനെ സംഭവിക്കില്ല. മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യൻ്റെ വികാരങ്ങൾ മാനുഷികമായി നിൽക്കും. ശരീഅത്ത് എന്തിനോടാണ് സംസാരിക്കുക? ഖിതാബുല്ലാഹി തആല അൽ മുതഅല്ലിഖു ബി അഫ്ആലിൽ മുകല്ലഫ്. മുകല്ലഫ് കുൽഫത്തുള്ള വ്യക്തി, ആ വ്യക്തിയുടെ അഫ്ആലുകൾ, ആ അഫ്ആലുകളിൽ ഗളബുണ്ടാകും, അതുപോലെ തന്നെ റഅഫത്തുണ്ടാകും, റഹ്മത്തുണ്ടാകും, അതുപോലെ പേടിയുണ്ടാകും. പല വികാരങ്ങളും ചേർന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതൊരിക്കലും അവനിൽ നിന്ന് ഊരിപ്പോവില്ല. അത് ഊരിപ്പോവാത്ത കാലത്തോളം ഫിഖ്ഹിയായ മസ്അലകൾക്ക് ഭൂമിയിൽ അസ്തിത്വമില്ലാതിരിക്കുകയും ചെയ്യുന്നതല്ല. ഇനി വളരെ സബ്ജക്റ്റീവായ ഒരു അന്വേഷണമാണ്. അതായത് ശാസ്ത്രീയ സൂചനകൾ ധാരാളം ഖുർആനിലുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള സൂചനകളിൽ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അല്ലെങ്കിൽ അതിശയിപ്പിച്ച ഒരായത്ത് എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കിടയിൽ ഒരു ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ തഫാവുത്ത് എന്ന് പറയാൻ പാടില്ലാത്തതല്ലേ? അലിഫ് ലാം മീനോടുള്ള അതേ സ്നേഹം തന്നെയാണ് വസിയ കുർസിയു സമാവാത്തിയോടും ഉള്ളത്. വസിയ കുർസിയു സമാവാത്തിയോടുള്ള അതേ സ്നേഹം തന്നെയാണ് അലിഫ് ലാം മീം റാ എന്നതിനോടുള്ളത്. അതായിരിക്കണം നമ്മുടെ നിലപാട്. കാരണം എന്താ? കിതാബുല്ലാഹിയാണ്, അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള. തിരിഞ്ഞാലും ശരി, തിരിഞ്ഞില്ലെങ്കിൽ ശരി. ഇനി എന്നാലും എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാൻ നിന്നാൽ അപ്പോൾ ഞാൻ പറയും സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് എന്ന വാഗ്ദാനമാണ് സയൻസ് പരമായി നമ്മെ ഏറ്റവും കൂടുതൽ ഉത്തേജനമുണ്ടാക്കുന്ന ഒരു പ്രയോഗം. അള്ളാഹ് പറയുക സനുരീഹിം. അള്ളാഹ്ക്ക് കാലമില്ല കേട്ടോ, അള്ളാഹ്ക്ക് കാലത്തിന് അതീതനാണ്. എന്നിട്ടും തസ്വീഫിൻ്റെ അക്ഷരമായ സീന് ചേർത്തിട്ട് പറഞ്ഞു. ആരോട് ചേർത്ത് നോക്കിയിട്ട്? മുഖാത്തവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവന് കാലമുണ്ടല്ലോ, അപ്പോൾ അവനോട് സീ സൂട്ടാകും, അള്ളാഹ്ക്ക് സൂട്ടാവില്ലെങ്കിലും. അങ്ങനെയാണല്ലോ ഖുർആനിൽ അല്ല വന്നാൽ അത് നമ്മിലേക്ക് സൂട്ടാവും, പടച്ചറബിന് സൂട്ടാവുന്നതല്ല. കാരണം തറജി എന്ന് പറയുന്ന ഒന്ന് അള്ളാഹ്ക്കില്ലാത്തതല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് അർത്ഥം വെക്കുക. സനുരീഹിം, മുഖാത്തബായ മനുഷ്യ, ഞാൻ പിറകെ കാണിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. നുരീ ഫീലാണ്, തജദ്ദുദ് ഹുദൂദിനെ അറിയിക്കണം. എന്തിനെ ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും? ആയാത്തിന. ആയാത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അലാമാത്ത്, വേറെ ഒരർത്ഥമോ സൂക്തങ്ങൾ, അതിനും ആയാത്ത് എന്നാ പറയുക. അപ്പോൾ ഞാൻ AD 600 ഓതിവെച്ച ആയത്തുകളെ പിൽക്കാലത്ത് ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എവിടങ്ങളിലൊക്കെയായിട്ട് എൻ്റെ ആയത്തുകളെ ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും? ഫിൽ ആഫാഖ്, വിവിധങ്ങളായ ഗോളങ്ങളുടെ മുക്കുമൂലകളിൽ, ദിക്കുകളിൽ. ഈ ഗാലക്സിയിലാണ് എങ്കിൽ 100 പ്രകാശവർഷം അപ്പുറത്തുള്ള മറ്റൊരു നക്ഷത്രത്തിൻ്റെ ഉഫ്കിലും ഞാൻ ഓതിവെച്ച ആയത്തിനെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ ഓതിവെച്ചിട്ടുള്ളതാണ്. ലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അളീം. അതെൻ്റെ ഒരു ആയത്താണ്. ആയത്തിൽ ഞാൻ എന്തേ ഓതിവെച്ചത്? ലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. മവാഖിഉൻ നുജൂം, അനേകമായ നക്ഷത്രങ്ങളുടെ പതനവേദികൾ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വൈന്നഹു, ഈ ഒരു സത്യം ചെയ്യലുണ്ടല്ലോ, ലഖസമുൻ, അതൊരു ഐറ്റം സത്യം തന്നെയാ. അളീം, ഗ്രേറ്റസ്റ്റ് സത്യം ചെയ്യലാണത്. ഒരു ചെറുകിട ചോട്ടാ സത്യമൊന്നുമല്ല. ഇത്രയും 1400-500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഓതി വെച്ചു. ഇനി എന്തുണ്ടാകണം? സനുരീഹിം ആയാത്തിന. ഈ മവാഖിഉൻ നുജൂം എന്ന് പറയുന്ന ഒരു ഗംഭീരമായ മണ്ഡലം, അതിനെ ഞാൻ ഇന്ന് ഓതി വെച്ചുവെങ്കിൽ ആ ആയത്തിനെ ഇതാ പിൽക്കാലത്ത്
ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ മത്സരമാണ് നടക്കുന്നത്. ആർക്കിടയിൽ? നാസക്കും ചൈനക്കുമിടയിൽ. അനേക പ്രകാശവർഷങ്ങൾ അപ്പുറത്തേക്കുള്ള നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥം കാണാൻ ഏറ്റവും വലിയ പവറുള്ള ടെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിലാണ് ഈ രണ്ട് കൂട്ടരും. ഇപ്പം അടുത്ത് ചൈന ഒന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചിടത്ത് നിന്ന് അവിടെയുള്ള നക്ഷത്രങ്ങളുടെ സഞ്ചാരം, അതിൻ്റേതായ പതനം, അതിൻ്റെ ലോകം എത്രയോ ഗംഭീരമാണെന്ന് അവർ ഫോട്ടോ സഹിതം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അവരെത്തിപ്പിടിച്ചതിൻ്റെയും അപ്പുറത്തുള്ള പ്രകാശവർഷങ്ങൾ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിപ്പോൾ നാസ പറയാൻ തുടങ്ങിയിരിക്കുന്നു. വസമായി വത്വാരിഖ് എന്ന് പടച്ചറബ് 1500 വർഷങ്ങൾ മുമ്പ് ഓതി അവിടെ വെച്ചു. വത്വാരിഖ് വത്വാരിഖ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ത്വാരിഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യന്മാർ കണ്ടില്ലേ നാഡി നരമ്പുകൾ പിടിച്ചു നോക്കുന്നത്? തൽസമയത്ത് അവിടെ ഉണ്ടാകും ഒരു തുള്ളൽ. അത് അവരുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് എങ്കിൽ ആ തുള്ളലിന് സൗണ്ടും വരും. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന നക്ഷത്രത്തിനെയാണ് ത്വാരിഖ്, കൊട്ടുന്നവൻ, മുട്ടുന്നവൻ, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ പൾസർ എന്ന് പേരിട്ടിരിക്കുന്നത്. ആദ്യകാലത്ത് അത് ഓതി അവിടെ വെച്ചു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. പുതിയ 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 ടെലസ്കോപ്പുകളിലൂടെ ആ മവാഖിഉൻ നുജൂമിനെ ചെറിയ മട്ടിലെങ്കിലും ഇപ്പോൾ അല്ലാഹു തആല കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൽ ആഫാഖ്. ഇനി വഫി അൻഫുസിഹിം, ഞാൻ ഓതി വച്ചിട്ടുണ്ട് പല ആയത്തുകളും. ആ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയം കാലാന്തരത്തിൽ അവരുടെ സ്വന്തം ബോഡികളിൽ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. എന്തേ ഞാൻ ഓതി വച്ചിരുന്നത്? അലാ അൻ നുസവ്വിയ ബനാന, അവൻ്റേതായ ഈ വിരൽത്തുമ്പുകളുടെ റീപ്രൊഡക്ഷൻ എനിക്ക് അസാധ്യമായ ഒന്നല്ല എന്ന് അതവിടെ ഓതി വെച്ചു. ഇന്നിപ്പോൾ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം, സ്വന്തം നഫ്സിൽ ആ ബനാൻ എന്ന് ഓതി വെച്ചതിൻ്റെ ഗുട്ടൻസ് അല്ലാഹു തആല ഇന്ന് കാണിച്ചു തന്നു. എങ്ങനെയാ കാണിച്ചു തരുന്നത്? ഒരു വ്യക്തിയുടേതായ എല്ലാ വിരലുകളിൽപ്പെട്ട ഓരോ വിരലുകളെയും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തെളിവാണ്. അവനവൻ്റേതായ വിരലടയാളം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ DNA തീരുമാനിക്കാൻ മതിയായിട്ടുള്ളതാണ്. അപ്പോൾ വിരലടയാളം എന്ന് പറയുന്നത് ഒരു ID സംഗതിയാണ് എന്നുള്ളത് ഇന്ന് അല്ലാഹു തആല അൻഫുസിലൂടെ ബോധ്യപ്പെടുത്തി തരികയുണ്ടായി. വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. എൻ്റെ ഈ കാണിച്ചു കൊടുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മനുഷ്യന് ഉത്തമ ബോധ്യം വരും. ഏത് മനുഷ്യന്? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആൾക്കല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ആവശ്യമില്ല. ആരെന്ന് പറയാമോ? ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത് ഒരു മതേതര സമൂഹത്തിലാണ്. ഞങ്ങൾ യൂറോപ്പിലെ വളരെ സമാധാനപരമായ ഒരു ഏരിയയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനുമില്ല. എല്ലാ ദീനവും അത് ഞങ്ങൾക്ക് അന്യമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ വല്ലപ്പോഴുമൊക്കെ ഒരു ഫലസ്തീൻ യുദ്ധമോ ഗസയിലെ മുസ്ലിങ്ങൾ 23,000 മരിച്ചു വീഴുന്നതോ ഒക്കെ കാണുമ്പോൾ മതമില്ല എന്ന നിലയ്ക്ക് ജീവിക്കുന്നവന്മാരും ഒന്ന് ന്യൂസിലേക്ക് തലയിടും. എന്താ ഇപ്പം ഇത് പരിപാടി? ഇങ്ങനെ ഡെയിലി മരണം നടക്കുന്നുണ്ടല്ലോ, എന്താ ഇത് സംഗതി? അപ്പോൾ അവർ രണ്ട് മതങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു ഏറ്റുമുട്ടലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഒന്ന് ഇസ്ലാം മതം, ഒന്ന് ജൂതമതം.
തീരെ മതേതരനായി തല കൊടുക്കാതെ നിന്നിരുന്ന വ്യക്തി ഫൈറ്റ് കാണുമ്പോൾ ന്യൂസിലേക്ക് തലയിടുന്ന അവസരത്തിൽ എവിടെയാണ് ഇതിൻ്റെ നാഴികക്കല്ല്? അപ്പോൾ അയാൾ ചിന്തിക്കും, രണ്ട് മതങ്ങൾ തമ്മിലുള്ള പോരടിയാണല്ലോ ഇത്. അപ്പോഴാണ് അയാൾ എന്താണ് ഇസ്ലാം? ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മവാക്കികൾ എല്ലാ ഓരോ മൗക്കികളും അദ്ദേഹം ചെക്ക് ചെയ്യുന്നു, അദ്ദേഹം സൈറ്റിൽ കയറുന്നു. അപ്പോഴാണ് ഇസ്ലാമിൻ്റേതായ വിഷയങ്ങൾ അദ്ദേഹം ഒന്നിന് പിറകെ ഒന്നായിട്ടിങ്ങനെ കാണുന്നത്. തൽസമയത്ത് ഹത്തായതബയ്യനലഹും അന്നഹുൽ ഹഖ്, അയാൾക്ക് ഉത്തമ ബോധ്യം വരുന്നതാണ് ഈ ബനാനി വിഷയം ആരാണ് പുറത്തേക്കെടുത്തിട്ടുള്ളത്. ഹുരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി, പന്നി മാംസത്തിന് വിലക്ക് പ്രഖ്യാപിച്ചത് ആരാണ്? എന്തുകൊണ്ടങ്ങനെ? അപ്പോൾ യതബയ്യനലഹും അന്നഹുൽ ഹഖ്, അയാൾക്ക് ബോധ്യപ്പെടും അത് ഹക്കാണ് എന്ന്. സുദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെടാൻ ഇത് വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വലാലത്തിൻ്റെ ആളുകളാണ്. ആ ആളുകൾക്ക് ഹക്ക് ബോധ്യപ്പെടാൻ എൻ്റെ ഈ കാണിച്ചു കൊടുക്കൽ സഹായകമാകും എന്ന് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്തതും അത് അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും അതാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന കാരണത്താൽ ഏതാണ് ശാസ്ത്ര വിഷയങ്ങളിൽ കൂടുതൽ വളരെ ശ്രദ്ധേയമായത് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എന്ന് മാത്രം. ഈ ആയത്ത് ഓതുമ്പോൾ ഇവിടെ ഈ അടുത്ത് റഷ്യയിൽ നിന്നാണ്, റഷ്യയിൽ ആണാണ് എൻ്റെ വായനയിൽ വന്നത് സംഗതി. ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു അത്ഭുത ബാലനെക്കുറിച്ചുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതായത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ പ്രകടമാകുന്നു എന്ന് പറയുന്ന ചില വാർത്തകൾ. വാർത്തയുടെ ആധികാരികത അറിയില്ല, പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ വന്നിരുന്നു. അപ്പോൾ സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ അവരുടെ ശരീരത്തിൽ ആയത്തുകൾ അല്ലാഹു തആല കാണിക്കുമെന്നതിന്, ആയത്ത് എന്നതിന് ആ ദൃഷ്ടാന്തം എന്നതിനൊപ്പം തന്നെ ഈ ആയത്തായി തന്നെ കാണിക്കുമെന്ന അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനമായി ഈ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് അപ്പോൾ ആ വാർത്ത കേട്ടപ്പോഴുണ്ടായ ഒരു സംശയമാണ്. വാർത്ത ഹക്കാണോ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്താത്ത കാലത്തോളം നമുക്ക് അങ്ങനെ അതിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനോടടുക്കുന്ന സന്ദർഭത്തിൽ മുസ്ഹഫുകളിൽ നിന്ന് ഖുർആനിനെ പിൻവലിക്കും എന്ന് പറയുന്ന രേഖയുടെ അർത്ഥം ലാസ്റ്റ് മൂമെൻറ്റിൽ അല്ലാഹ് എന്ന് പറയാൻ ആളില്ലാതെയാവുന്ന സന്ദർഭത്തിൽ അക്ഷരങ്ങൾ തന്നെ മാഞ്ഞു പോവലാണ്, അതിൻ്റെ ഇൻമിഹാ ആണ് എന്ന് വിശദീകരണം പറഞ്ഞവരുണ്ട്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്താ തബാറക്കയുടെ അവസാനത്തിൽ അല്ലാഹു തആല നിങ്ങളുടെ മാങ്ങിനെ ഗൗറൻ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, വെള്ളം പിൻവലിച്ചാൽ അത് എവിടുന്നാ പിൻവലിക്കൽ? കിണറിൽ നിന്ന് മാത്രമല്ല, കണ്ണിന്ന് പിൻവലിക്കൽ. അത് നടന്ന കാര്യമാണല്ലോ. ഇതായ ഗൗറ് പരിപാടി മുസ്ഹഫിൽ നടക്കുമെന്നാണ് ആ ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറയുന്ന കൂട്ടത്തിൽ എഴുതി കാണുന്നത്, രേഖ കാണുന്നത്. അത് അല്ലാഹു തആല ചെയ്യുകയാണെങ്കിൽ ആ അല്ലാഹുവിന് എന്തും ചെയ്യാം. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ ഫുള്ളായിട്ട് ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് എഴുതി കാണിക്കാം. സംഭവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, തടിമലങ്ങനെ ഉണ്ടാകുന്നതിന്. നമ്മുടെ മേലാറ്റൂരിനടുത്തുള്ള സ്ഥലത്ത് ഇപ്പോൾ 40 കൊല്ലമായി മരിച്ച ഒരു മൊല്ലാക്ക, അദ്ദേഹത്തിൻ്റെ 40ൻ്റെ ഉറൂസ് കഴിഞ്ഞു. ചമ്മാണിയോട് ആ മൊല്ലാക്ക 1900-ൽ പിറന്ന ആളാണ്, മരിച്ചിട്ടിപ്പോൾ 40 കൊല്ലേ. അദ്ദേഹത്തിൻ്റെ വിശേഷത എന്താ? നിങ്ങളൊക്കെ ഒരു പക്ഷേ വായിച്ചിട്ട് കാണും. ഒരു ദിവസം ഉണർന്നെഴുന്നേറ്റപ്പോൾ അയാൾക്ക് ഫുള്ള് വിശുദ്ധ ഖുർആൻ. ഒരു ആമിയ മനുഷ്യൻ
അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ അല്ലമ എന്ന് പറയുമ്പോൾ ഈ മല്ലാക്കക്ക് 6000 പില്ലാന ആയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പടച്ച റബ്ബിന് പതിപ്പിക്കാം, നടക്കുന്ന കാര്യമാണ്. എങ്കിൽ പിന്നെ അതുപോലെ ശരീരത്തിൽ എഴുത്തായിട്ടും വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ആയത്തിൻ്റെ അർത്ഥം അതാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഉണ്ടാകുന്നത് മുംകിനാണോ മുംകിനല്ലേ എന്ന് ചോദിച്ചാൽ മുംകിനാണ് എന്ന് പറയാവുന്നതാണ്. പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ പൊതുവെ ശാസ്ത്രീയമായ ഖുർആൻ ശാസ്ത്ര പഠനങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമാണ്, പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ അതനുസരിച്ച് നാം ഖുർആനിക ആയത്തുകൾ വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഹ്യൂമൻ ജീനോം കോഡ് കണ്ടുപിടിച്ചപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാം കുഞ്ഞിൻ്റെ ജീൻ കോഡ് വായിച്ചു. ക്ലോണിങ് കണ്ടുപിടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് തന്നെ ശാസ്ത്രം മനുഷ്യനെ നിർമ്മിക്കാം, കാരണം അഹ്യൽ അർള, ഭൂമിയെ അവൻ ജീവനുള്ളതാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിങ്ങനെ ഇങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നു. ഇത് ഒരു അധിക വായനയാണ് എന്ന് ചിലർ പറയാറുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അധിക വായനയാണ് എന്ന പറച്ചിലൊരു അധിക പറച്ചിലാണ്. നമ്മൾ തുടക്കത്തിലേ പറയുകയുണ്ടായി, ഖുർആൻ പരമമായ സത്യമാണ്. ബാക്കിൽ നിന്ന് കുഴലൂത്തുകൾ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്നതിനെ നമുക്ക് തടയാനൊക്കുകയില്ലല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ത്, മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം ഇങ്ങനെ കുട്ടിയെ കണ്ട അവസരത്തിൽ മഹാനവറുകൾ അവിടെ ആ കുട്ടിയുടെ കോഡ് വായിച്ചു, കുട്ടിയെ തിരിച്ചറിഞ്ഞു. മഹാൻ തന്നെ പറയുക, ഞാൻ എന്തിനെ അങ്ങനെ കൊന്നത്? അമ്മൽ ഗുലാമു, ഇതാണ് അമ്മൽ ഗുലാമു. അപ്പോൾ കോഡ് വായിച്ചത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഇത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ചങ്ങനെ നടക്കുന്ന അവസരത്തിൽ ഇന്നലെ മെനിയാന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറയുകയാണ്, പിന്നെ മനുഷ്യന്മാരുടെ ഏത് ഒരു സെല്ലെടുത്ത് നോക്കിയാലും അവൻ്റെ DNA ഫുള്ളായിട്ട് അതിൽ നമുക്ക് കിട്ടിക്കോട്ടെ, അപ്പം നീ കുഴലൂതി അത് പറഞ്ഞോ എന്നല്ലാതെ നമ്മൾ അവനത് പറഞ്ഞതുകൊണ്ട് ഇതിനെ തെളിയിക്കാൻ നോക്കുകയല്ല ചെയ്യുന്നത്. ഇത് തെളിഞ്ഞ കാര്യമാണ്. അതിനപ്പുറത്തിരുന്ന് ഒരാൾ ജയ പാടി, ആ ജയ പാടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പുറം ലോകത്തെ അറിയിച്ചു എന്ന് മാത്രമേ. ശരിയാണോ? അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് ആ വിഷയം. അതൊന്ന് ഒരു ഉദാഹരണ സഹിതം വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ശാസ്ത്രം ഇങ്ങനെ പറയുമ്പോൾ വേറൊരു വിഷയമുള്ളത്, ശാസ്ത്രം ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിന് ആയത്തുകൾ പറയുന്നതിന് പകരം നേരത്തെ തന്നെ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അങ്ങനെ അത് പിന്നീട് ശാസ്ത്രം തെളിയിക്കുകയും ചെയ്യുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് എന്ന് ആദ്യം അങ്ങോട്ട് പറഞ്ഞു വെച്ചു. എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 1 2 3 4. ആദ്യം എന്ത് പറഞ്ഞു വെച്ചു? അനിത്തഹിദി മിനൽ ജിബാലി ബുയൂത്ത, തേനീച്ചകളെ, പെൺതേനീച്ചകളെ നിങ്ങളെല്ലാവരും പോയിട്ട് അതിൻ്റെതായ സെറ്റപ്പ് ഒരുക്കണം. അനീച്ച ഇത് സോമർഡാം എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുന്നതിന് ശേഷമാണ് നമ്മൾ ആയത്ത് ഓതുന്നുണ്ട്. അതിനു മുമ്പ് ആയത്ത് ഓതുന്നുണ്ട്, പക്ഷെ ഇങ്ങനൊരു കണ്ടുപിടുത്തം നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ പറയുന്നു, അനിത്തഹിദി എന്നിടത്ത് പടച്ച റബ്ബ് യാ കൊണ്ടാണ് ഉപയോഗിച്ചത്. അതൊന്നും പറയുന്നതല്ലേ. ആണിനോട് പറയുകയാണെങ്കിൽ അനിത്തഹിൽ എന്നാണ് പറയുക. ഇവിടെ അനിത്തഹിദി എന്ന് തന്നെ പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്നതിൻ്റെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ടാകും. സനുരീഹിം ആയാത്തിന, അത് പിറകെ എങ്ങനെ കാണിക്കുകയേ ചെയ്യുള്ളൂ എന്നുകൂടി ആ കൂട്ടത്തിൽ പറയും. ഇവിടെയാണെങ്കിൽ അതോടുകൂടെ തന്നെ പറയും, ഇന്ന ഔഹനൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്ത്. ആ ആയത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഇത്തഹദത്ത്, അങ്കബൂത്തിനെ പറ്റി പറയുന്നിടത്ത് ഇത്തഹദത്ത് ബുയൂത്ത, ഇത്തഹദ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം അങ്കബൂത്ത് എന്നതിലേക്കാണ് ലമീർ പോകുന്നത്. മുദക്കറാണ് അങ്കബൂത്ത്. പക്ഷേ എന്നിട്ടും ഇത്തഹദത്ത്, അങ്ങനെ തേനീച്ചയുടെ കാര്യം പറയുമ്പോൾ മുഅന്നസിൻ്റെ പദം കൊണ്ടുവന്നു. ഈ എട്ടുകാലിയുടെ വിഷയം പറഞ്ഞപ്പോഴും അവിടെ തേനീസിൻ്റെ താഴ് കൊണ്ടുവന്നു.
അന്നേ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു ഗുട്ടൻസ് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഗുട്ടൻസ് സനുരീഹിം ആയാത്തിന, അത് ജാപ്പാനോ ജർമ്മനിന്നോ നാളെ മറ്റന്നാൾ ഒരു ചങ്ങാതി അങ്ങനെ വിളിച്ചു പറയും, അപ്പം കേൾക്കാം. ഈ ഒരു കാലതാമസം സംഭവിക്കുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സീന് ബ്ലേഡ് വെച്ച് വരണ്ടേണ്ടി വരും. സനുരീഹിം എന്ന് പറയുന്ന സീൻ ഏലിയൻസുമായി ബന്ധപ്പെട്ട ചർച്ച മുറുകുന്നൊരു കാലമാണ് ഇപ്പോൾ. ഈ ഒരു സംഭവത്തെ നമ്മളെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷൂറ 29 ആയത്തുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുമോ? ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير എന്നതുകൂടി وهو على جمعهم إذا يشاء قدير, അവരെ പരസ്പരം ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ അന്യഗ്രഹ ജീവികളും നമ്മളും തമ്മിൽ എന്താണ് ഭൗതിക ലോകത്ത് ഒരുമിച്ച് കൂടൽ തന്നെയും സാധ്യമാണ് എന്ന രൂപത്തിലൊക്കെ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിലെ ആ ശൂറ 39 ഉപയോഗിച്ചിട്ടുള്ള പദം മിൻ ദാബ എന്നാണ്. മാ യദുബൂനാണ് ദാബത്ത് എന്ന് പറയുക. വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാത്തി വൽ അർള്, ഈ ആകാശങ്ങളെയും ബഹുവചനാണ് ഭൂമിയും ഒക്കെ പടക്കൽ. മാത്രമല്ല ഒമാ ബസ്സ ഫീഹിമ മിൻ ദാബ ഫീഹിമ, രണ്ടിലും ആകാശത്തും അല്ലാഹു തആല ഡിസ്ട്രിബ്യൂഷൻ കഴിച്ചിട്ടുണ്ട്, വിന്യസിച്ചിട്ടുണ്ട്. ബസ്സ വിതറിയിട്ടുണ്ട്. ആ വിതറിയത് എന്താണ്? മിൻ ദാബ. ദാബത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാലും നിലത്ത് വെച്ച് സഞ്ചരിക്കുന്നതിനാണ് മായദിബൂനാണ് ദാബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് മലായിക്കത്തിനെ ഉദ്ദേശിച്ചിട്ടായി കൂടെ ആകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിന് അവരുടെ സമ്മതം വാങ്ങണം. ഒരു ജിബ്രീലിനെ വിളിച്ചിട്ട് എന്താടാ ആ ദാബത്തെ എന്ന് ചോദിച്ചാൽ തല്ല് കിട്ടും. ഒരു മീഖായിൽ അലി ഇസ്ലാമിനെ അല്ലെങ്കിൽ അടുത്തൊക്കെ നോക്കിയിട്ട് എന്താ അത്തീതെ ദാബത്തെ, അതിനാർക്കാ ധൈര്യമുള്ളത്? അപ്പം മലായിക്കത്തിനോട് സൂട്ടാകുന്നൊരു വേടല്ല ഈ ദാബത്ത് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? മായദീപുവായിട്ടുള്ള സാധനം ആകാശത്തും ഉണ്ട്. അപ്പോൾ ഭൂമിയിൽ മാത്രമല്ല ദാബത്തുള്ളത്, ഭൂമി അല്ലാത്തിടത്തും ദാബത്തുണ്ട്. അങ്ങനെയുള്ള ദാബത്തുകൾ അവയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കണം മഹാനായ ഈസാ നബി അലൈഹി സ്വലാം അൻസിൽ അലൈനാ മായിദത്തം മിനസ്സമായി എന്ന് ദുആ ചെയ്തത്. അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഭൂമിയിൽ കിട്ടുന്ന വിഭവങ്ങളെപ്പോലെ മുകളിൽ നിന്ന് വിഭവം വരട്ടെ. മഹാനവറുകൾ ദുആ ചെയ്തു. തഫ്സീറിൽ എന്താ പറയുന്നത്? ഒരുപാട് ദാബത്തിൻ്റെ ഇറച്ചി ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാ. അപ്പോൾ ഫാം അവിടെ ഉണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാമിനോട്, എന്താ പറയുന്നത്? ആളുകൾ നിങ്ങളെ കുരിശിൽ കൊല്ലാൻ പോവുകയാണ്, ഇവിടെ നിന്നാൽ പറ്റൂല, മുകളിലോട്ട് പോരൂ. തൽസമയത്ത് മഹാനവറുകൾ ചോദിച്ചോ അവിടെ വലി സ്റ്റോറുണ്ടോ എന്ന്, സിവിൽ സപ്ലൈസ് ഉണ്ടോ എന്ന് ചോദിക്കണ്ട. കാരണം മഹാനവറുകൾ നേരത്തെ കണ്ടതാ അവിടെ നിന്നിട്ട് വരുന്നത്. പിന്നെ എന്താ ധൈര്യത്തിൽ പോയിക്കൂടെ? ധൈര്യത്തിൽ കയറിപ്പോയി. ഇപ്പോൾ ഇനി മഹാനവറുകൾ ഇറങ്ങി വരുന്ന അവസരത്തിൽ ചോരയും നീരില്ലാതെ വറ്റിയ നിലയിലല്ല വരിക, ടിപ്പ് ടോപ്പിൽ തന്നെ വരിക. ഇതാ അടുത്ത് തന്നെ വരാൻ പോകുന്നു. ബാബിലുദ്ദിൽ വെച്ചുകൊണ്ട് ദജ്ജാലിനെ കൊല്ലാനൊക്കെ പോവുകയാണ്. ഇറച്ചിയും ചോരയും നീരുമില്ലെങ്കിൽ ഇപ്പോൾ കൊല്ലാൻ കഴിയുമോ? അപ്പോൾ അവിടെ മഹാനവറുകൾക്ക് ആവശ്യമാകുന്ന പ്രോട്ടീൻ, കലോറി, കാൽസ്യം എല്ലാം തരാവുന്ന ദാബത്തുകൾ ഉണ്ടാകുന്നതിന് ഒരു കുഴപ്പമില്ല, നേരത്തെ വന്നതാണ്. പിന്നെയാണെങ്കിലോ ഈ ഈസാ നബി അലൈഹി സ്വലാം ആരാണ്? തിരുത്തലില്ലാത്ത തൗറാത്ത് തന്നെ വായിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതിൽ കണ്ടിരുന്ന കാഴ്ച തന്നെയാണല്ലോ മഹാനവറുകളുടെ മുമ്പ്
ബനു ഇസ്രായേൽ തീഹിലായിരുന്ന അവസരത്തിൽ വാൻസൽന അലൈക്കുമുൽ മന്നവ സൽവ, സൽവാര കാടപ്പക്ഷിയാണ്. ഇത് അൻസൽന എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനാണ് അൻസൽന എന്ന് പറയുക. ഇവിടെ ഉള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാറ്റി കളിച്ചാൽ അതിന് അൻസൽന എന്ന് പറയില്ല. അപ്പോൾ അത്രയും സൽവ അങ്ങനെയുള്ള ഒരു ഫാം അവിടെ ഓടുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. വല്ലപ്പോഴുമൊക്കെ മഴ പെയ്യുന്ന അവസരത്തിൽ ചുവന്ന മഴ എന്ന് കേൾക്കാം, കൂട്ടത്തിൽ കേൾക്കാം എന്ത് ചില ജീവികളുടേതായ മഴ. എന്നിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കൽ എങ്ങനെയാണ്? അത് അറബിക്കടലിൽ നിന്ന് കാർമേഘത്തിൻ്റെ കൂടെ അറിയാതെ പാഞ്ഞു വന്നതാണ്. എന്തിനാ ഇത്രയൊക്കെ ഇടങ്ങേറാകുന്നത്? അത് ഫാമിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ പോറ്റുന്ന അള്ളാഹ്ക്ക് അവിടെയും പോറ്റാവുന്നതാണ്. വഹുവാലാജമ്മിതായ ഷാവു ഖദീർ എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പിളാണ്. ആ സെൽവകളെയൊക്കെ ബനു ഇസ്രായേലുകളുടെ തീഹ്ന്നൊരുമിച്ച് കൂട്ടി. ഒരു പ്രയാസവുമില്ല. അങ്ങനെ കൈ നീട്ടിയാൽ സെൽവം കിട്ടുക. വഹുവാലാജമ്മിതായ ഷാവു ഖദീർ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലോ അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഫാമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അതും വഹുവാലാജമ്മിതായ ഷാവു ഖദീർ. അപ്പോൾ സാധ്യതകൾ വളരെ വിശാലമായി നിൽക്കുകയാണ്. ബഹിരാകാശ യാത്ര കഴിയുന്നതും സുൽത്താനുകൾ തയ്യാറാക്കി അത് നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പട്ടിണി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണങ്ങൾ വന്ന പുതിയ അന്വേഷണങ്ങൾ അത് ഒരു ആധികാരികമാണോ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇന്നേ വരെ നാസ എന്നവരാണല്ലോ ഇപ്പം നമ്മുടെ മുന്നിൽ ഏറ്റവും മുന്നിലായി നിൽക്കുന്ന ഒരു കൂട്ടർ. അവർ ലക്ഷക്കണക്കിൽ ഡോളറുകൾ ചെലവാക്കിയതിന് ശേഷം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഏത് അന്യഗ്രഹ ജീവി എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നെബിള് കണ്ടുപിടിച്ചിട്ടുണ്ട്. തുള്ളുന്ന നക്ഷത്രങ്ങൾ, ശബ്ദമുണ്ടാക്കുന്ന തുള്ളുന്ന, അതാ വത്താരിക്ക് എന്ന് പറഞ്ഞത്, അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജീവിയുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മെസ്സേജെങ്കിലും, അനേക മെസ്സേജുകൾ അങ്ങോട്ട് വിട്ടു നോക്കി. അതൊക്കെയും പള്ളിക്കാട്ടിലേക്ക് എറിഞ്ഞ പോലെ പൈസ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇതുവരേക്കും അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാസ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതേ അവസരത്തിൽ അവർ കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയുന്നത് കാരണം സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളോട് മിൻ ദാബത്തിൻ എന്നല്ലേ പറഞ്ഞു. ഒമാ ബസ്സഫിഹിമാ മിൻ ദാബത്തിൻ എന്നൊരു ആയത്തല്ലേ, ആ ആയത്ത് ഞാൻ കാണിച്ചു തരുമെന്ന് അവിടെ വാഗ്ദാനം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പോയതുപോലെ മനുഷ്യൻ അവിടെ പോവുകയും വളരെ വളരെ അകലത്ത് പോവുകയും എന്നിട്ട് അവിടെയുള്ള ദാബത്തിനെ കാണുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുകയും അവർ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുക എന്നതിന് വകുപ്പുണ്ട്. ഇന്ന് വരെ നാസ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ശാസ്ത്രം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രവചനം നടത്താം. പ്രവചനമല്ല, ഈസാ നബി അലൈഹി സ്വലാം പോയിട്ടുണ്ട് എന്നുള്ളത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയണം. ഇനിയിപ്പോൾ തങ്ങളല്ലേ, തങ്ങൾ പോയ സന്ദർഭത്തിൽ തസ്നീമിൽ നിന്ന് കുടിച്ചിട്ടില്ല എന്നിപ്പോൾ എങ്ങനെ പറയാൻ പറ്റുക? അൻഹാറു തസ്നീമിൽ നിന്ന് കുടിച്ചിട്ടുണ്ടാകണം. നമുക്കൊക്കെ തന്നെ ഒരു യാത്ര ചെയ്താൽ എന്തുമാത്രം ക്ഷീണുണ്ടാവുക. ആരാപ്പോൾ അവിടെ നിന്ന് ഇളനീര് വന്ന് അങ്ങോട്ട് കെട്ട് കൊണ്ടുപോയത്, അതൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിയതായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പ്രവചിക്കേണ്ട കാര്യമല്ല, ഉണ്ടായത് പറഞ്ഞാൽ മതി. നമ്മൾ അതിൻ്റെ അനുബന്ധങ്ങൾ ഇനി അതിൻ്റെ ശേഷം വരുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രം. തഫ്സീർ ഗ്രന്ഥങ്ങളെ അതാത് കാലത്തെ ലോകവീക്ഷണങ്ങൾ സ്വാധീനിച്ചതായി തോന്നിയിട്ടുണ്ടോ? കുറ്റമറ്റ ഒരു തഫ്സീർ രീതിശാസ്ത്രം എന്തായിരിക്കും? ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ കലാമ് എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ, ഉല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനർത്ഥം എന്താ? അള്ളാഹു തആലയുടെ ഏതൊരു കലിമത്ത് എടുത്തു വെച്ചാലും അതിൻ്റെ ഉള്ളിടത്തോളം മഅന തഫ്സീറാക്കാൻ ഏത് മനുഷ്യൻ വിചാരിച്ചാലും സാധ്യമല്ല. അതാണ് അള്ളാഹുവിൻ്റെ കലിമാത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മുഖ്തസറൊക്കെ ഓതുന്ന അവസരത്തിൽ വലക്കും ഫിൽ ഖിസ്വാസ് ഹയാത്തുൻ എന്ന് പറയുന്ന ഒരൊറ്റ കഷ്ണത്തിനൊരു പീസാണത്, ഒരായത്ത് ഫുള്ളില്ല. അതിൽ അടങ്ങിയിട്ടുള്ള അർത്ഥവൈകുല്യം ഓതാൻ നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ ഓതാൻ വേണ്ടി വരുന്നു നമ്മുടെ ചെറിയ ഒത്തിന്. ഇതാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ കുറ്റമറ്റ ഒരു തഫ്സീർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
എല്ലാം പൂർത്തീകരിച്ച തഫ്സീർ എന്നില്ല, അത് മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ എന്തേ കഴിയുള്ളൂ? ഓരോ മുഫസ്സിറിനും ചെറിയ മട്ടിൽ അതിൻ്റേതായ ആശയവൈപുല്യത്തിൻ്റെ ഒരു ചെറിയ ചീന്ത് ഇതാ പക്കടോ പിടിച്ചോളൂ എന്ന് പറയലേ അവർക്ക് സാധ്യമാവും. കുറ്റമറ്റ തഫ്സീർ എന്ന് പറയുന്ന ഒന്ന് അള്ളാഹു തന്നെ തന്നെങ്കിലേ നടക്കുള്ളൂ. മനുഷ്യന് കഴിയുന്നത് അതിൻ്റെ ജാനിബുകൾ ഇങ്ങനെ പറയുക എന്നുള്ളതാണ്. ഇനി ഓരോ കാലഘട്ടത്തിലെയും സയൻസുകാർ പറഞ്ഞത് അതാത് കാലത്തെ തഫ്സീറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി, മുഫസ്സിറുകൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്ത്? ഞങ്ങളുടെ വർത്തമാനകാലത്ത് ടോളമി ഇങ്ങനെയൊക്കെ ശബ്ദിച്ചിട്ടുണ്ട് എന്ന് മാലോകരെ വിളിച്ചറിയിച്ചിട്ട് തഫ്സീർ എഴുതിയതല്ല. ബത്ലൈമീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അരിസ്റ്റോട്ടൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഗ്രീക്കുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തോണ്ടി വച്ചിരിക്കുക. അതിനെ നമ്മുടെ ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് ഓരോ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. കാരണം ടോളമിയും മറ്റുള്ളവരുമൊക്കെ പഠിപ്പിച്ചു വെച്ചത് എന്തായിരുന്നു? അവർ പഠിപ്പിച്ചിരുന്നത് ചെറിയ ഉള്ളിത്തോല് പോലെയുള്ള ഒരു പ്രപഞ്ചത്തെയാണ്. ഉള്ളിത്തോല് ഹർക്കിൽ ത്യാമിനെ സ്വീകരിക്കാത്ത ഉള്ളിത്തോല് പോലെയുള്ള ഒരു, അത് ഏതെങ്കിലും ഒരു മുഫസ്സിർ എഴുതുമോ? എഴുതിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മുഫസ്സിറല്ലേ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള് എന്നുള്ള ആയത്തിന് തഫ്സീർ എഴുതേണ്ട ആള്. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള് എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയുമല്ല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുർസി എന്നെ കിടപ്പുണ്ട് എന്ന് അതിൻ്റെ തഫ്സീർ എഴുതേണ്ട വ്യക്തിത്വം ആകപ്പാടെ ഒരു ഉള്ളിത്തോൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് തഫ്സീർ എഴുതുക? എഴുതില്ല, എഴുതിയിട്ടുമില്ല. അതേ അവസരത്തിൽ ബത്ലൈമീസ് ഇങ്ങനെ ഒരു അപശബ്ദമോ ശബ്ദമോ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് തമ്പീഹാക്കിപ്പോയിട്ടുണ്ട്. അതിനെ സ്വാധീനിക്കൽ എന്ന് പറയാൻ പാടില്ല. ജലാലൈനി മഹാനവറുകളെയോ റാസി മഹാനവറുകളെയോ ബൈലാവി മഹാനവറുകളെയോ തൊബരി അവരെ ഒരു മുഫസ്സിറിനെയും അംഗീകൃതമായ ഒരു മുഫസ്സിറിനെയും ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് എന്ന രൂപത്തിൽ അവർ എഴുതിയിട്ടില്ല. അത് അവർ സ്വാധീനിച്ചിട്ടില്ല. മറിച്ച് അവരെന്തു ചെയ്തിട്ടുണ്ടാകും? ഈ വർത്തമാന സമയത്ത് ഇങ്ങനെ ഒന്ന് ഓടുന്നുണ്ട് നാട്ടിലൂടെ എന്നവിടെ കുറിപ്പിട്ടുണ്ടാവും. അത് കാണുമ്പോഴേക്ക് ചില ആളുകൾ കയറി പറയും, ഓ തൊബരി പറഞ്ഞത് കണ്ടില്ലേ? തൊബരി പറഞ്ഞതല്ല, തൊബരി കീല പറയും, തീലൻ്റെ കീല പറയും, ലഴീഫ് പറയും. എന്തിനു വേണ്ടി? അത് മാലോകരെ അറിയിക്കേണ്ട ഒരാവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം. അല്ല, അപ്പോൾ അവരെ സ്വാധീനിച്ചിട്ടില്ല എന്നല്ല, അവർ പലപ്പോഴും അതിനെതിരെ പറയുകയും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അബദ്ധം സംഭവിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് തോന്നുന്നു. അപ്പോൾ വൈലല്ലർദ് കൈഫ സുത്തിഹത്ത് എന്നുള്ളതിന് ഉലമാഉൽ ഹയ്യത്ത് പറഞ്ഞതുപോലെയല്ല, സത്ഹാണ് എന്നാണ് അവർ കുറത്താണ് എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല, സത്ഹ് തന്നെയാവുന്നു എന്ന് ഇപ്പോൾ ജലാലൈനിലൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ശരി, പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഇൽമുൽ ഹയ്യത്തുകാർ പറഞ്ഞിട്ടുള്ളത് പോലെ അല്ല. ഇൽമുൽ ഹയ്യത്തുകാർ പറഞ്ഞത് എന്താണ്? ഇൽമുൽ ഹയ്യത്തുകാർ പറഞ്ഞു വച്ചിട്ടുള്ളത്, അന്നത്തെ ഇൽമുൽ ഹയ്യത്തുകാർ പറഞ്ഞത് ശരിക്കും 360 ഡിഗ്രിയിൽ ഓടുന്ന ഒരു പന്താണ് എന്നാണ്. അങ്ങനെയല്ല ഭൂമിയുടെ കഥ നിൽക്കുന്നത്. വൈദൽ അർള് മുദ്ദത്ത്, ഭൂമിയുടെ ഖുറ എന്ന് പറയുന്നത് ഇതുപോലെയാ. ഏറെക്കുറെ അതിനെ ഉപമിക്കാൻ പറ്റിയ ഒന്നുണ്ടെങ്കിൽ അത് കോഴിമുട്ടയാ. കോഴിമുട്ട എല്ലാ ഭാഗവും ഒരുപോലെയല്ലല്ലോ. ഇതുപോലെയുള്ളൊരവസ്ഥ ഭൂമിക്കുണ്ട്. അപ്പോൾ ആ ഇൽമുൽ ഹയ്യത്തുകാർ പറഞ്ഞതുപോലെയല്ല, അത് സത്ഹായ അവസ്ഥയിലാണ്. സത്ഹായ അവസ്ഥയിൽ എന്ന് പറയുന്ന അവസരത്തിൽ ഈ പറഞ്ഞ ഗോളത്തിൻ്റെ 360 എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ടല്ലോ, 90 360 എന്നൊക്കെ പറയുന്ന ഡിഗ്രി, അതേ രൂപത്തിലല്ല അതിൻ്റെ സൃഷ്ടിപ്പുള്ളത്. പിന്നെ എങ്ങനെയാകുന്നു അത്? ഇപ്പുറത്ത് തഫ്സീറിൽ പറയും. എങ്ങനെ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമായി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഭൂമിയെ അവർ ശ്രദ്ധിക്കുന്നില്ലേ? അതിനെ അത് യുകവ്വിറുൽ ലൈല അലൻ നഹാരി എന്ന അവസ്ഥയിലായിരിക്കെ തന്നെ, യുകവ്വിറുൻ നഹാറ അലൽ ലൈലി എന്ന അവസ്ഥയിലായിരിക്കെ തന്നെ ഈ ഭൂമി എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത് താമസിക്കാൻ അവന് ഒരു പരന്നതായ അനുഭവം ഉണ്ടാക്കിയതിൻ്റെ കൈഫിയത്ത് ശ്രദ്ധിച്ചോ? ആ കൈഫിയത്ത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. കൈഫയിലേക്കാണ് കണ്ണെറിയിരിക്കുന്നത്. കൈഫിയത്തിൽ എന്താ ചെയ്തത്?
മനുഷ്യനെ കുറുക്കി പടച്ചു, ഭൂമിയെ വലിയ ഗോളമാക്കി പടച്ചു. അപ്പോൾ മനുഷ്യനോട് കിടന്നോ, 6 മണിക്കൂർ ശരിക്ക് കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോൾ പരന്ന് മലർന്ന് അവിടെ കിടക്കാം, അവനെ കുറുക്കിയത് കൊണ്ട്. അതേ സന്ദർഭത്തിൽ ആജാനബാഹുവായിട്ട് ഒരു വലിയ 4-5 കിലോമീറ്റർ നീളമുള്ള മനുഷ്യനായിട്ടാണ് മനുഷ്യനെ പടച്ചിരുന്നതെങ്കിൽ കിടന്ന മോനെ എന്ന് പറഞ്ഞാൽ കാല് കോഴിക്കോട്ടുണ്ടാകും, തലയാണെങ്കിലോ ഫറോക്കിലുണ്ടാകും, ഇങ്ങനെ കിടക്കും. അതാണ് കൈഫ സുത്തിഹത്തിൻ്റെ കൈഫിയത്ത്. ആളെ കുറുക്കി ഭൂമിയെ വലിയ ഗോളമാക്കി മാറ്റി. ഇതെവിടെ ചോദിക്കേണ്ട ചോദ്യമാണെന്നറിയാമോ? ഒരു ഉറുമ്പിനെ എടുക്കുക, ഒരു പന്തിൻ്റെ മുകളിൽ താമസിക്കാൻ ഏൽപ്പിക്കുക, എന്നിട്ട് ചോദിക്കുക, അല്ല ഉറുമ്പേ, എങ്ങനെയാണ് നിനക്ക് ഞാനതിനെ മച്ചാക്കി തന്നത്? സുഖല്ലേ? ആ സുഖമാണ്. എന്നതിന് ശേഷം ഒരു തവളയെ അവിടെ കയറ്റി വെക്കുക, ഒരു ഗോളത്തിന് പോയി, എന്നിട്ട് പറയുക, അല്ലയോ ലിഫ്താൾ, സത്തുഹാക്കി തന്നില്ലേ? ആര് പറഞ്ഞു സത്തുഹാണെന്ന്? ഊര നിൽക്കുന്നിടത്തല്ല തല, ഉറങ്ങാൻ സുഖമല്ല. അതാ കൈഫ. അതിനും തഫ്സീർ എടുക്കേണ്ട ആളാരാണ്? അത് ഈ മുഫസ്സിർ തന്നെയാണ്. അപ്പോൾ ഹയ്യത്തിൻ്റെ ആൾക്കാരെ എതിർത്തു എന്നതിന് അർത്ഥം കടലാസ് പോലെ ആക്കാൻ വേണ്ടി ജലാലൈനി കൂട്ടുന്നു റാസിമാവ്. പക്ഷേ ഹയ്യത്തിൻ്റെ ആളുകൾ പറഞ്ഞ പോലെ പുറത്താണ് എന്നാണല്ലോ സമർത്ഥിക്കുന്നത്. റാസിമാവ് അറന്ന് പുറത്താണ് എന്നാണല്ലോ സമർത്ഥിക്കുന്നത്. അപ്പോ ഹയ്യത്തിനെ സ്വാധീനിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, പുറത്താണ് എന്ന് പറഞ്ഞ യുക്കബ്ബിറുൽ ലൈല നഹാരി കണ്ടിട്ടാണ്. വലാ ഉഖ്സിമു ബി റബ്ബിൽ മശാരിഖി വൽ മഗാരിബി കണ്ടിട്ടാണ്. ഒരു ശാസ്ത്രത്തെയും സ്വാധീനിച്ചിട്ടില്ല, ശാസ്ത്രം സ്വാധീനിച്ചില്ല. ഫലാ ഉഖ്സിമു ബി റബ്ബിൽ മശാരിഖി വൽ മഗാരിബി എന്ന് അല്ലാഹു തആല പറയണം. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി എന്നുള്ള പറയണമെങ്കിൽ മശാരിഖ് പ്ലൂറൽ നമ്പറാണ്, മഗാരിബ് പ്ലൂറൽ നമ്പറാണ്. ഒരുപാട് മശീഖുകളും ഒരുപാട് മഗ്രിബുകളുടെയും റബ്ബ് എന്ന് പറയണമെങ്കിൽ ഭൂമി അത് ഗോളമാവണമെന്ന് അപ്പോൾ തന്നെ മനസ്സിലാകും. കാരണം എന്തുകൊണ്ട്? ഈ കേരളീയൻ്റെ മശീഖാകുന്നതല്ല. ആരുടെ മശീഖായിത്തീരുന്നത്? പാകിസ്ഥാനിയുടെ മശീഖ്. പാകിസ്ഥാനിക്ക് മശീഖാകുന്നതല്ല സൗദി അറേബ്യയുടെ മശീഖ്. സൗദി അറേബ്യക്കാരൻ്റെ മശീഖല്ല ഈജിപ്തുകാരൻ്റെ മശീഖ്. ഇന്ത്യക്കാരൻ്റെ മശീഖല്ല അമേരിക്കക്കാരൻ്റെത്, അമേരിക്കക്കാരൻ്റെതല്ല സിഡ്നിക്കാരൻ്റെത്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു ഉരുണ്ട ഗോളമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ എന്തേ പറയാനും പാകുള്ളൂ? ആകെ ഒരൊറ്റ മശീഖ്, ഒരൊറ്റ മഗ്രിബും. കടലാസ് പോലെയാണ് ഭൂമി എന്നാണ് എങ്കിൽ ഇവിടെ സൂര്യൻ ഉദിക്കും, എല്ലാവർക്കും ഉദിക്കും. ഇവിടെ അസ്തമിക്കും, എല്ലാവർക്കും അസ്തമിക്കും. അപ്പോൾ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി എന്നല്ല, മശാരിഖി എന്നാണ്. അതിൽ നിന്നാണ് ഭൂമി ദൗറ അല്ല, ഇതാണ് പരന്നതല്ല, കടലാസല്ല എന്ന് റാസിമാം മനസ്സിലാക്കുന്നത്, അല്ലാതെ ശാസ്ത്രക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് മനസ്സിലാക്കിയതല്ല. സമയം വൈകിയതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതായിരുന്നാലും ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വിഷയമായുള്ള ഉസ്താദിൻ്റെ ചില ഉപദേശങ്ങൾ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഖുർആൻ ശാസ്ത്ര പഠനത്തിൽ ഉസ്താദിനെ സ്വാധീനിച്ച കിതാബ്, ഉസ്താദ് അതുപോലെ പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. ഉപദേശം എന്ന് പറയാനാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ ഫിഖ്ഹ് 4 പാർട്ടാണ്. ആ 4 പാർട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന മൻഹിയാത്ത് 1, 2, 3, 4, 5 ഇങ്ങനെ ഒന്ന് നമ്പറിട്ട് എഴുതുക. മൻഹിയാത്ത് 4 പാർട്ടിലുമുണ്ട്. മൻഹിയാത്ത് അല്ലാഹു തആല നഹി ചെയ്തത്, അരുത് അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്പറിടുക. അത് ഇബാദാത്തിലുണ്ട്, മുആമലാത്തിലുണ്ട്, മുനാക്കഹാത്തിലുണ്ട്, അതുപോലെ ജിനായാത്തിലുണ്ട്. അങ്ങനെ നമ്പറിട്ടതിന് ശേഷം അതിൽ നിന്ന് ഓരോ മൻഹീനെയും നമ്മൾ മനസ്സിൽ നിലനിർത്തുക. എന്നിട്ട് ഫഅ്തബിറു യാ ഉലിൽ അൽബാബ്, അടുത്ത പണി ഈ വിഷയം ഇങ്ങനെ വരാൻ, അതായത് മൻഹിയാവാൻ എന്തായിരിക്കാം അതിൻ്റെ പിറകിലെ കാരണം? അതിങ്ങനെ കൊണ്ട് നടക്കുക നടത്തത്തിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും വർത്തമാന സമയത്തുള്ള ഇക്തിശാഫാത്തുകൾ, കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളുടെ വാർത്ത വരുന്ന അവസരത്തിൽ ഇന്നാലിന്ന സാധനം വിലക്കിയതിൻ്റെ പിറകിൽ ഈ കണ്ടെത്തിയ വിഷയത്തിന്
യോജിപ്പുണ്ടോ എന്ന് തട്ടിച്ച് നോക്കുക, മുട്ടിച്ച് നോക്കുക. യോജിപ്പുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതവിടെ എഴുതി വെക്കുക. ഇക്കാരണത്താൽ ഇത് വിലക്കി എന്നല്ല, വിലക്ക് ഓക്കെ, എന്നാൽ ഇന്നാലിന്ന തീയതിക്ക് ഇങ്ങനെ ഒരു പത്രവാർത്ത വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആകാം അള്ളാഹു അത് വിലക്കിയതിൻ്റെ പിറകിലെ കാരണം. ഭക്ഷണ സാധനങ്ങൾ, നിരവധി സാധനത്തെ വിലക്ക് എന്തിനത് വിലക്കി? എന്തിനതിന് വിലക്കി? നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മതേതരന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതാണ് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടല്ലോ, 13 പശുക്കൾ ഒന്നിച്ച് ചത്തു മാത്യുവിൻ്റേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു മനുഷ്യൻ്റെ വില. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. മനുഷ്യന് ഞാൻ തിന്നാൻ അവന് പാസ് കൊടുത്തു. ഏതുമാത്രം തിന്നാനാണ് പാസ് കൊടുത്ത്? ത്വയ്യിബാത്ത് നോക്കി തിന്നണം. അതാണ് മനുഷ്യൻ്റെ ഒരു മഹിമ, കറാമത്ത്. ത്വയ്യിബാത്ത് നോക്കി തിന്നുക. ത്വയ്യിബാത്ത്, ഇങ്ങനെ ത്വയ്യിബാത്ത് നോക്കി തിന്നാനുള്ളൊരു കഴിവ് പശുവിനില്ലാതെ പോയി. അതുകൊണ്ടാണ് അത് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന കപ്പത്തൊലി ആ ദിവസവും കപ്പത്തൊലി തിന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ആ കപ്പത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള സയനൈഡ്, ചില പ്രത്യേക സയനൈഡ്, അത് തട്ടിയതാണ്. പശുവിനതിന് കഴിഞ്ഞില്ല, അതുകൊണ്ടത് ചത്തുപോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ കർഷകരും ഫാമുകാരും കപ്പത്തൊലി 2 സൈസ് ഉണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ പശു ചാവും എന്നൊരു ഇൽമ് മാത്യുവിൻ്റെ സംഭവത്തിൽ നിന്ന് എല്ലാവർക്കും പിടുത്തം കിട്ടി. ഇവിടെ മനുഷ്യൻ എവിടെ കിടക്കുന്നു, പശു എവിടെ കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാവുകയുണ്ട്. അങ്ങനെ മനസ്സിലാകുമ്പോൾ മനുഷ്യൻ്റെ വില എന്താണ്? വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആമാശയത്തിന് യോജിക്കുന്ന, സൂട്ടാകുന്ന വസ്തുക്കളെ മാത്രം ഞാൻ അവന് സംഭാവന ചെയ്തു. റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് ഷാരിഴിൻ്റെ ഒരു ശബ്ദമെന്ന നിലക്ക് ഇന്നതൊക്കെ നിങ്ങളുടെ മെനുവിൽ വരാം, ഇന്നതൊക്കെ വരാൻ പാടില്ല. അപ്പോൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏതെല്ലാം ഉണ്ടോ അതിൽ സയനൈഡോ സയനൈഡിന് സമാനമായതോ കിടക്കുന്നുണ്ടാകും. അത് വല്ലപ്പോഴുമൊക്കെ പേപ്പറുകളിൽ വന്നാൽ, അതായത് അറുക്കാത്തത് തിന്നാൽ, അതല്ലെങ്കിൽ കടുവയുടെ ഇറച്ചി തിന്നാൽ, പൂച്ചയുടെ മാംസം തിന്നാൽ, അങ്ങ് ഇന്ത്യക്കപ്പുറമുള്ള നാട്ടുകാർ അവർ തിന്നുന്നത് പോലെ പാമ്പിനെയും ചേരനെയും ഒക്കെ കറി വെച്ചാൽ എന്തായിരിക്കും അവിടെ ഈ സയനൈഡ് പോലെയുള്ള സയനൈഡ് വരാനുള്ള സാധ്യത എന്ന് പേപ്പറിൽ കാണുമ്പോൾ അത് നമ്മുടെ മഅ്കൂലാത്തിൻ്റെ പട്ടികയിൽ ചേർത്ത് വെച്ചു കൊടുക്കുക. ഇങ്ങനെ മഅ്മൂറാത്തിൻ്റെ വിഷയത്തിലും ശ്രദ്ധിക്കുക. ഇതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളാകുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഉസ്താദുമാരാകുന്ന അവസരത്തിൽ ഈ മേഖലയിൽ നമുക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സംഭാവനകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തഹ്സീറാത്തുകൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.